നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴേക്കും ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാമോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്ന് ക്രമീകരിച്ച ഒരു ശുശ്രൂഷയാണ് ഇത്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഒറിജിനൽ പ്ലാനിലുണ്ടായിരുന്നല്ല. ഞാൻ ശരിക്കും ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ 1-2 ആഴ്ചയ്ക്ക് മുമ്പാണ് എന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇങ്ങനെ ഒരു ദമ്പതികൾക്ക് വേണ്ടി ഒരു ആശീർവാദം കൊടുക്കാമെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ കരുതിയത് 5 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പം അതിനിപ്പോൾ എന്നെ ആശീർവാദം കൊടുക്കാൻ അത് ഇങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്ന് ഞാൻ അന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് തലവെക്കത്തല്ലായിരുന്നു ഇതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ടയേർഡാണ്. കഴിഞ്ഞ 7 ദിവസവും ഫുൾ ടൈം രാവിലെ 9 മുതൽ രാത്രി 8:30-9 വരെ കണ്ടിന്യൂസ് ബൈബിൾ സ്റ്റഡി. വേറെ ആരുമില്ല, ഞാൻ തന്നെ ആണ് എടുക്കേണ്ടത്. അപ്പം ഓൾമോസ്റ്റ് ഒരു ദിവസം ഒരു 10 hours കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊക്കെ കാണാൻ തോന്നുന്നു. ഞാൻ വളരെ ക്ഷീണിതനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചില കെണികൾ അങ്ങനെയാണ്. അത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗേ നമ്മൾ കാണത്തുള്ളൂ. പിന്നാണ് മഞ്ഞമലയുടെ മുഴുവൻ കാണുന്നത്. അന്നേരത്തേന് നമ്മുടെ കപ്പിൽ ഇടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും അന്ന് അറിയാതിരുന്നത് ഒരുപക്ഷെ ഒരു ദൈവ പരിപാലനയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അത് ചിലപ്പം വേണ്ടാന്ന് പറഞ്ഞ് ഇത് നടക്കാതെ പോയേനെ. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പം ഒരു ബുദ്ധിപൂർവ്വം ആശീർവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുപ്പിയിലാക്കിയത്. അപ്പോൾ ഏതായാലും എനിക്ക് പക്ഷേ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നമുക്ക് മടുപ്പാണെങ്കിലും കുറച്ച് സമയം നിങ്ങളോട് സംസാരിച്ച് അതിനേക്കാൾ കൂടുതൽ ഒരു അരമണിക്കൂർ സമയം ആരാധന നടത്തി ഒരിക്കൽ കൂടി നിങ്ങളുടെ ദാമ്പത്യങ്ങളെ സമർപ്പിക്കാം അല്ലേ. ഇന്നു മുതൽ മരണം വരെ. ഓർമ്മയുണ്ടോ പണ്ട് ചൊല്ലിയത്? ചേച്ചിക്ക് ഓർക്കുന്നുണ്ടോ? മറ്റേ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞൊരു അച്ഛനുണ്ട്, അറിയോ? പുള്ളി പറയുന്നത് ചില വേന്ദ്രന്മാർ ഇന്നു മുതൽ മകരം വരെ എന്നേ ചൊല്ലിയിട്ടുള്ളതാണ്. അറിഞ്ഞൂടാ, അച്ഛനാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നത്. പുള്ളി ഇന്നു മുതൽ മകരം വരെ, അപ്പോൾ അത്രേ പുള്ളി ഉദ്ദേശിച്ചുള്ള, അവർ മരണം വരെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് സമർപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റെടുത്ത ഒരു ബന്ധം ഒരിക്കൽ കൂടി നമുക്കതിൻ്റെ ഭംഗിയോടുകൂടി അതിനെ നോക്കിക്കാണാൻ നമ്മളൊരു ശ്രമം നടത്തുകയാണ്. എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ പണ്ടൊക്കെ ഈ ഗ്ലാസ്സൊക്കെ വരുന്ന കാർട്ടൻ്റെ പുറത്ത് ഒരു വാചകം എഴുതി വെക്കുമായിരുന്നു. എന്താണെന്നറിയാം? അതായത് തിങ്സ് ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ. അപ്പം അങ്ങനെ പറയുമായിരുന്നു. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളത് അതാണ്. ഹോം ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ. പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള സാധനമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേ ഉപയോഗിക്കാവൂ. അപ്പം ഹോം ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ. നിങ്ങൾക്കൊരു കുടുംബത്തിൻ്റെ വില അറിയാവുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഒരു കുടുംബത്തിൻ്റെ വില അറിയാം. അത് ഞങ്ങൾക്ക് കുടുംബം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ട്, ഈ എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞാൽ കുടുംബജീവിതം മോശമായതുകൊണ്ടാണോ ഈ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഒക്കെ കുടുംബജീവിതം ഉപേക്ഷിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുടുംബജീവിതം കൊള്ളാത്തതുകൊണ്ട് അവരിത് കൊള്ളാത്തതുകൊണ്ട് അത് കളഞ്ഞിട്ട്, അങ്ങനെയല്ല.
കുടുംബജീവിതം ഏറ്റവും നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. കുടുംബജീവിതം അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്വപ്നം കണ്ട് രാവിലെ എഴുന്നേൽക്കുമായിരുന്നു എൻ്റെ കല്യാണം നടന്നതായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ എന്തോരം വലിയ വിലയാണ് സെമിനാരി പോയപ്പോൾ കൊടുത്തതെന്ന്. അപ്പോൾ അത്രയും വാല്യുബിളായ ഒരു കാര്യമാണ് കുടുംബജീവിതം. ആ കുടുംബജീവിതം നമ്മൾ ഏത് കാര്യമാണേലും ഈ ഒത്തിരി അതിനകത്ത് എൻഗേജഡ് ആയി കഴിയുമ്പം പല കാര്യങ്ങളുടെയും വില നമ്മൾ മനസ്സിലാവാതെ പോകും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം മലങ്കര കുർബാന ചൊല്ലിയായിരുന്നു അവിടെ ബൈബിൾ സ്റ്റഡിക്ക്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു, അയ്യോ മലങ്കര കുർബാന എന്ത് നല്ലതെന്ന്. ഞാൻ പറഞ്ഞു, ഇത് വർഷത്തിൽ ഒരിക്കൽ കാണുന്നതിൻ്റെ അത്ഭുതമാണ്. എല്ലാ ദിവസവും കണ്ടാൽ നിങ്ങൾ മലങ്കരക്കാരോട് ചോദിക്കുക, അവർ ചോദിക്കും ലോകത്ത് ഇത്രയും ബോറായ ഒരു കുർബാന വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ 2 കൊല്ലം കൂടുമ്പോൾ ഒരു സീറോ മലബാർ കുർബാന കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല കുർബാനയാണ്. യാന്ത്രികത പല കാര്യങ്ങളുടെയും സൗന്ദര്യം കാണാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ. അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ സക്കറിയ പ്രവാചകൻ പള്ളിയിൽ നിന്നപ്പോഴാണ് ശപിക്കപ്പെട്ടത് അല്ലേ? സക്കറിയ പുരോഹിതൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ശപിക്കപ്പെട്ടത്? കാരണം മാലാഖ വന്ന് നിന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്റെ ഭാര്യയെ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മാലാഖ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിശ്വസിച്ചു. നിങ്ങൾ ആലോചിക്കേണ്ടത്, പുള്ളി നിൽക്കുന്നത് എവിടാണ്? യഹൂദനോട്, നമ്മുടെ കൂട്ടല്ല. ഇപ്പം നമുക്ക് ഇന്ത്യക്കാരോട് ചോദിച്ചാൽ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയും. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ദൈവമുണ്ട്, ഓഫീസിൽ ദൈവമുണ്ട്, വണ്ടിക്കകത്ത് ദൈവമുണ്ട്, എല്ലായിടത്തും ദൈവമില്ലേ. യഹൂദൻ അങ്ങനെ ഒരു ദൈവസങ്കല്പം ഇല്ലായിരുന്നു. അവന് ദൈവം എന്ന് പറഞ്ഞാൽ എവിടെ മാത്രമേ ഉള്ളൂ? ജെറുസലേം ദേവാലയത്തിൽ മാത്രമേ ഉള്ളൂ. ആ ജെറുസലേം ദേവാലയത്തിൽ എല്ലായിടത്തും ഇല്ല, പ്രാകാരത്തിലില്ല, അല്ലേ? അവിടെങ്ങും ദൈവമില്ല, അതിൻ്റെ ചുറ്റുപാടൊന്നുമില്ല. വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തേ ഉള്ളൂ ദൈവ സാന്നിധ്യം. അപ്പോൾ ഈ ദൈവം ഉണ്ടെന്ന്, ദൈവം ഇവിടെ മാത്രമേ ഉള്ളെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നൊരു സ്ഥലത്താണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അപ്പോൾ അയാൾ അവിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവിശ്വസിച്ചത്? അത് അവിശ്വസിച്ചതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇയാൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്നിങ്ങനെ ധൂവാട്ടുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഈ നിൽക്കുന്ന എവിടെയാണെന്ന് മറന്നുപോയി. വീട്ടിൽ നിൽക്കുന്ന പോലെ ഓർത്തെ. അതാണ് ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതിപരിചയത്വം നമുക്ക് പലതിൻ്റെയും സൗന്ദര്യം കാണാതെ പോകാൻ ഇടയാക്കും. അതുകൊണ്ട് ആദ്യം പറയാനുള്ളത്, ഒറ്റ കാര്യം പറയാനുള്ളത്, നമുക്ക് ഒന്ന് മാറി നിന്ന് നമ്മുടെ കുടുംബത്തെ നോക്കാനൊരു ക്ഷണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒന്ന് മാറി നിന്ന് നമ്മുടെ കുടുംബത്തെ ഒന്നുകൂടെ ഒന്ന് നോക്കുക. എന്നിട്ട് ആ കുടുംബത്തിന് അത് അർഹിക്കുന്ന വില കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ദൈവം കുടുംബത്തെ രൂപപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്കറിയാം, പിശാച് ആദ്യം കയറുന്നത് ഒരു ദാമ്പത്യത്തിനകത്തേക്കാണ്. ആദ്യ പാപം നടന്നത് ഒരു കുടുംബത്തിനകത്താണ്, ഒരു ദാമ്പത്യത്തിനകത്താണ്. അപ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം, ഈ സൈറ്റനിക് ടാർഗറ്റ് അതിനിരയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് കുടുംബം. പിശാച് നോട്ടമിട്ടിരിക്കുന്ന സ്ഥലം കുടുംബമാണ്. പുരോഹിതന്മാരെ നോട്ടമിടുന്നതിനേക്കാൾ കൂടുതൽ, കന്യാസ്ത്രീകളെ നോട്ടമിടുന്നതിനേക്കാൾ കൂടുതൽ ദാമ്പത്യങ്ങളെ സാത്താൻ നോട്ടമിട്ടിട്ടുണ്ട്. കാരണം കുടുംബം തകർന്നാൽ എല്ലാ സിസ്റ്റവും തകരും. കുടുംബത്തിൻ്റെ വില കുറഞ്ഞു പോയാൽ എല്ലാ സംവിധാനങ്ങളുടെയും വില കുറയും. അതുകൊണ്ട് സാത്താൻ ആദ്യം ഇഴഞ്ഞു കയറുന്നത് ഒരു ദാമ്പത്യത്തിനകത്തേക്കാണ്. ഇനി ഈശോ തൻ്റെ പരസ്യജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതും കാനായിലെ കല്യാണ വീട്ടിലാണ്, ഒരു കുടുംബത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിശാച് കയറുന്നതും കുടുംബത്തിലാണ്, ഈശോ നോട്ടമിട്ടിരിക്കുന്നതും കുടുംബത്തിലാണ്. ഈശോ വരാൻ ആഗ്രഹിക്കുന്നതും കുടുംബത്തിലാണ്, പിശാച് വരാൻ ആഗ്രഹിക്കുന്നതും കുടുംബത്തിലാണ്. അതുകൊണ്ട് ദാമ്പത്യത്തെ നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അച്ഛനാവാൻ 11 കൊല്ലത്തെ പരിശീലനം മിനിമം. പിന്നെ അത് 11, 12, 13, 14, 15 വരെയൊക്കെ ആവാം. സിസ്റ്റർ ആവാൻ ഒരു 5, 6, 8 വർഷത്തെ പരിശീലനം.
ദമ്പതികളാവാനോ ഒരാഴ്ചത്തെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ്. സത്യത്തിൽ ഒരു കുടുംബം ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരുങ്ങേണ്ട ഒരു സാധനമാണിത്. ഇത്രയും ഒരുക്കത്തോടു കൂടി കയറേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്കതിന് വേണ്ടത്ര പരിശീലനം നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആവേശത്തോടെ കയറി ചെന്നവരൊക്കെ ഇപ്പം ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഇങ്ങനെ വെള്ളം തരുമോ എന്നൊക്കെ ചോദിച്ച് വലിയവായ കരയുന്ന പലരെയും കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 4-5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കുടുംബത്തെ കുറച്ചുകൂടെ ഒരു ഗൗരവത്തോടെ കാണാൻ സഹായിക്കുന്ന ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, കുടുംബത്തെ ദൈവം രൂപപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ ബൈബിളിൽ നിന്നാണ് പരിശോധിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറയണം ഞാൻ ചോദിക്കുന്നതിൻ്റെ. അല്ല, ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്, ഭയങ്കര മയക്കം വരും. ചോദ്യം ഇതാണ്: ആദത്തെ സൃഷ്ടിച്ചത് 7 ദിവസങ്ങളിൽ എത്രാമത്തെ ദിവസമാണ്? 6-ാമത്തെ ദിവസമാണ്. ഹൗവായെ സൃഷ്ടിച്ചതോ? ബൈബിൾ സ്റ്റഡിക്കാനും വേണ്ടരുത്. ഹൗവായെ സൃഷ്ടിച്ചത് ആദം ഉറങ്ങിക്കിടക്കുമ്പോഴാന്നല്ലേ പറഞ്ഞേ? മനുഷ്യർ നിങ്ങളൊക്കെ ഉറങ്ങുന്ന എപ്പോഴാണ്? രാത്രിയിലല്ലേ? അപ്പോൾ 6-ാം ദിവസം രാത്രി ആവണം. ഗാഠനിദ്ര എന്ന് പറയുന്നുണ്ട്, പാതിരാത്രിയായി കാണും. അപ്പോഴല്ലേ കള്ളന്മാരൊക്കെ ഇറങ്ങുന്നേ? അപ്പം ആദത്തിൻ്റെ വാരിയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആദം തൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് കണ്ടത് എത്രാം ദിവസമാണ്? 7-ാം ദിവസമാണ്. 7-ാമത്തെ ദിവസം ബൈബിളിൽ ആരാധനയുടെ ദിവസമാണ്. പറയുന്ന ശ്രദ്ധിച്ച് മനസ്സിലേക്ക് അടുക്കി വെക്കുക. കുടുംബം രൂപപ്പെടുത്തി യഹൂദ റബ്ബിമാർ പറയുമായിരുന്നു, ആദത്തിൻ്റെ ഹവ്വയുടെയും കല്യാണം ദൈവം ആശീർവദിച്ചത് 7-ാം ദിവസം രാവിലെയാണ്. 7-ാമത്തെ ദിവസം എന്തിനുള്ള ദിവസമാണ്? ആരാധനയ്ക്കുള്ള ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് പറ. എന്താ മനസ്സിലായി? കല്യാണം ആശീർവദിച്ചത് 7-ാം ദിവസമാണ്, അന്ന് ആരാധനയുടെ ദിവസമാണ്. എന്ത് മനസ്സിലായി അതിൽ നിന്ന്? ഒരു പണിയും ചെയ്യരുതെന്നാണ്. 7-ാം ദിവസം ആരാധനയുടെ ദിവസമാണ്. അന്ന് ആരാധനയുടെ ദിവസമാണ്. അന്നാണ് കല്യാണം നടന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ദമ്പതികളുടെ ആദ്യത്തെ ദൗത്യം ദൈവാരാധനയാണ്. മനസ്സിലായോ? ഇത് ഉടയുന്നിടത്ത് എല്ലാം ഉടയും. ഇതാണ് ബേസിക്. എന്ത് തത്വം പറഞ്ഞാലും ശരി, പ്രാർത്ഥനയില്ലാത്ത കുടുംബം സർവൈവ് ചെയ്യാൻ പാടാം. ഫിസിക്കലി സർവൈവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ചില കാരണങ്ങളുടെ പേരിൽ ഭാര്യയും ഭർത്താവും ഡൈവോഴ്സായി പോകണമെന്നൊന്നുമില്ല. പക്ഷെ കുടുംബത്തിന് അടിത്തറയില്ല, കുടുംബത്തിന് നിലനിൽപ്പില്ല. കുടുംബം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ അപ്പൻ ഒരു ഹൈ ആൽക്കഹോളിക്കായിരുന്നു. ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു അപ്പൻ. പക്ഷേ ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 മക്കളും സർവൈവ് ചെയ്തു. 4 പേരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി. 4 പേരും ദൈവത്തെ ഒരാൾ മരിച്ചു, ബാക്കി 3 പേരും കർത്താവിനെ ആരാധിച്ചും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തും ജീവിക്കുന്നു. അപ്പൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസാന്തരപ്പെട്ടു. അപ്പൻ മദ്യപാനം നിർത്തി. പിന്നെ ഒരിക്കൽ ഞാൻ അപ്പനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞാനൊരു കുപ്പി വാങ്ങിച്ച് തരട്ടേന്ന് ചോദിച്ചു. ചുമ്മാ ചോദിച്ചോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് വേണേൽ വാങ്ങിച്ച് കുടിച്ചോളാം. പറഞ്ഞു, എനിക്ക് വേണ്ടെന്നോ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു, ആ പഴയ വാസനയൊക്കെ മാറിയോന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ കൊടുത്താൽ പോലും വേണ്ട. എന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു സാധനം, അവിടെ എന്നാ കള്ളുകുടിച്ചിട്ട് വന്നാലും അവിടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ലോങ് റണ്ണിൽ ഈ കുടുംബം തകർന്നില്ല. അന്ന് കണ്ടവർക്കൊക്കെ തോന്നി, അയ്യോ ഈ കള്ളുകുടീൻ്റെ കുടുംബമാണല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ തകർന്നില്ല. ഈ ബോട്ട് മുങ്ങിയില്ല, ഈ കപ്പൽ മഞ്ഞുമലയെ തട്ടി വീണില്ല. അല്ലേ, വീണ ജോർജ് പറഞ്ഞ പോലെ ഈ കപ്പൽ ആടി ഉലയില്ല സാർ. കാരണം എന്താണ്? ഇതിനൊരു ക്യാപ്റ്റനുണ്ട്. പിണറായി വിജയനല്ല. ആരാണ് ആ ക്യാപ്റ്റൻ? ഇതിനൊരു നാഥനുണ്ട്. ഈ കുടുംബത്തിന് ഒരു നാഥനുണ്ട്. ആ നാഥൻ അത് കർത്താവാണ്. അത് ആ കുടുംബത്തിൽ. ഞാൻ UGC നെറ്റിൻ്റെ പരീക്ഷയ്ക്ക്
എപ്പോഴും പരീക്ഷ എഴുതി തോക്കുക. അപ്പം എന്നെ ബിഷപ്പ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, ഇനി തോറ്റാൽ മീശയൊക്കെ പിരിച്ച് പിതാവ്, അപ്പോൾ ഇനി ജയിച്ചേ പറ്റും, എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റും. അപ്പം ഞാനിങ്ങനെ എങ്ങനെയാപ്പം ഇതൊന്ന് ജയിക്കാന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നാമത് എനിക്കിഷ്ടമില്ല ഇത് ജയിച്ചിട്ട് കോളേജിൽ കയറാൻ. അപ്പോൾ അതുകൊണ്ടാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി ജയിച്ചില്ലേ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പം ഞാൻ എൻ്റെ ആളുകളോടൊക്കെ ചോദിച്ചു, ഇത് എഴുതി ജയിച്ചവരോടൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു ഇത് ജയിക്കണമെങ്കിൽ ഇതിന് പോകണമെന്ന് പറഞ്ഞു. എന്താ? കോച്ചിങ്ങിന് പോകണം. അങ്ങനെ കോച്ചിങ്ങിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു 2 പേപ്പറോ മറ്റോ ഉള്ളു, 2-3 മറന്നുപോയി. അപ്പോൾ അതിന് ആദ്യം ഒരു ജനറൽ പേപ്പറുണ്ട്, അതിനകത്താണ് എല്ലാവരും തോക്കുന്നത്. കുറേ ഇങ്ങനെ ഈ PSCക്കൊക്കെ വരുന്ന പോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കണക്കൊക്കെയാണ്. നമ്മളൊക്കെ കണക്കിന് തോറ്റ ആളുകളാണ്. അതുകൊണ്ട് അതിന് തോക്കും. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മാറിവനസ് കോളേജിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു അധ്യാപകനുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ എങ്ങനെയല്ലേ എന്നെ ഇതൊന്ന് പഠിപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അച്ഛാ ഈ പകല് അച്ഛനും പണിയുണ്ട് എനിക്കും പണിയുണ്ട്, അച്ഛൻ വൈകുന്നേരങ്ങളിൽ വാ. അങ്ങനെയാണ് ഞാൻ വീട്ടിലുണ്ടല്ലോ, അച്ഛൻ വീട്ടിൽ വാ. അങ്ങനെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഞാനും എൻ്റെ കൂട്ടുകാരൻ അച്ഛനും കൂടെ ഈ സാറിൻ്റെ വീട്ടിൽ ചെല്ലും. അപ്പോൾ അവിടെ ചെല്ലുമ്പം വൈകുന്നേരം ഒരു 6 മണി മുതലൊക്കെ സാറ് ക്ലാസ് എടുക്കും. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം, ദൂരെ ഞങ്ങൾ വരുന്നേ. 7 മണി ക്ലോക്കിൽ ടിങ് ടിങ് ഇങ്ങനെ അടിക്കുമല്ലോ, ഇവിടുത്തെ ക്ലോക്ക് അടിക്കുമെന്ന് അറിഞ്ഞൂടെ, ഞങ്ങളുടെ അവിടെയൊക്കെ ഇത് അടിക്കും, ടിങ് 7 പ്രാവശ്യം അടിക്കും. അങ്ങനെ 7 പ്രാവശ്യം അടിക്കുമ്പോൾ 7 മണിയാവുമ്പോൾ ഈ സാറ് ദൈവമേ പേടിച്ച് വിറച്ച് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഓടും. അപ്പോൾ ആദ്യത്തെ ദിവസം ഓടിയപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് ഓടുന്നതെന്ന്. 7 മണിക്ക് അലാറം വെച്ച് ആരും വാഷ്റൂമിലൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ ഇത് വേറെന്തോ എമർജൻസിയാണെന്ന് മനസ്സിലായി, ഓടുകയാണ് പുള്ളി. അപ്പം തിരിച്ചു വന്നപ്പം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു എന്നാ സാറേ എന്ന് പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ 7 മണിക്ക് ഇവിടുത്തെ കുടുംബ പ്രാർത്ഥനയെന്ന് പറഞ്ഞു. അപ്പൻ ഇദ്ദേഹം മാറിവാനസ് കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഈ ഓടിയ ടീം. അപ്പോൾ അപ്പൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വന്നില്ലേ ചീത്ത വിളിച്ച് കണ്ണു പൊട്ടിക്കുമെന്ന് പറഞ്ഞു. ഇവർ ഇടുക്കി ജില്ലയിലെ രാജാക്കാട് എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവരാണ്. പാവപ്പെട്ട എന്ന് പറഞ്ഞാൽ പട്ടിണിയും പരിവട്ടമായിട്ട് ജീവിച്ച കുടുംബം. ഇന്ന് ഇദ്ദേഹം അവിടുത്തെ ഇപ്പോൾ റിട്ടയറായി. അന്ന് ഞാനിത് പറയുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. UGC സ്കെയില് കളക്ടറുടെ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ആ കുടുംബമെല്ലാം സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടു. ഈ മനുഷ്യൻ, ഇത്രയും പ്രായമുള്ള മനുഷ്യൻ, ഈ അധ്യാപകൻ 7 മണിക്ക് വിറച്ചുകൊണ്ട് ഓടുക. താഴെ ചെന്നിട്ട് പറയുകയാണ്, അച്ഛന്മാർക്ക് ദൂരെ പോകാനുള്ളതാണ്, ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, പ്ലീസ് ബഹളം ഉണ്ടാക്കരുത് അച്ഛനും എന്ന് പറഞ്ഞിട്ട് ഓടാൻ പറഞ്ഞിട്ട് വരാൻ വേണ്ടി ഓടിയതാണ്. ഞാനിത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇത് കണ്ടോ, ഒരു കുടുംബം, ആ കുടുംബം തകർന്നില്ല. തകരാത്തതിൻ്റെ കാരണം ആ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദ ഫാമിലി ഹൂ പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് അതിജീവിക്കും, നിലനിൽക്കും. ആദ്യത്തെ കാര്യം ഇതാണ്. എവിടെ കുടുംബത്തിൽ പ്രാർത്ഥന മുടങ്ങുന്നോ അപ്പോൾ ഒരപായമണി മുഴങ്ങുന്നത് തിരിച്ചറിയണം. എവിടെ ഒരു വാർണിങ്ങിൻ്റെ ബെല്ലടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര പേര് വരുന്നു വരുന്നില്ല എന്നുള്ളതല്ല, ആ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെ പ്രാർത്ഥന നടക്കണം. ആ പ്രാർത്ഥനയാണ് തലമുറകളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മ 101 വയസ്സുള്ളപ്പോഴാണ് മരിച്ചേ. 101. നിങ്ങൾ ആരെങ്കിലും അത്രയും പോകുന്നു നിങ്ങൾക്ക് വല്ല ഉദാഹരണമുണ്ടോ? പിന്നെ ആ ജീൻ എനിക്കുള്ളതുകൊണ്ട് ഞാൻ പോവായിരിക്കും. അതായത് 101 വയസ്സ്. ഞാൻ കോവിഡിൻ്റെ സമയത്താണ് എൻ്റെ വല്യമ്മ മരിച്ചത്. അപ്പം ഞാൻ കോവിഡ് വന്ന് മരിച്ചതല്ല, അല്ലാതെ മരിച്ചാണ്. കോവിഡൊക്കെ അല്ലേ മരിച്ചേക്കാന്ന് വിചാരിച്ച് കാണും. അപ്പോൾ ഏതായാലും ഞാൻ ഈ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വല്യമ്മ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വേറെ അച്ഛനുണ്ട്. അന്നൊരു 101ാമത്തെ വയസ്സിലും അപ്പം എഴുന്നേറ്റ് ഇരിക്കണ മക്കളെ കാപ്പി ഇടാന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക. അങ്ങനത്തെ വല്യമ്മയാണ്. എനിക്കെൻ്റെ ചെറുപ്പകാലം മുതൽ ഈ വല്യമ്മയെ കണ്ട ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ, ഈ ബൈബിളും വായിച്ച്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വല്യമ്മ. ചെറുപ്പത്തിൽ വെളുപ്പിന് 2-1 മണിക്ക് 2:30 3 മണിക്ക് എഴുന്നിട്ട് അതിരാവിലെ തിരുസന്നിധി ഒരു പാട്ടുണ്ട്, അറിയാം? ഇതിരുന്നിട്ട് പാടിക്കൊണ്ടിരിക്കുക. രാവിലെ ആയിട്ടില്ല, 2:30 3 ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ചെറിയ വീടാണ്. അപ്പം ഈ ഇരുന്ന് പാടുന്നത് കേട്ട് നമ്മൾ എഴുന്നേറ്റ് പോവും. വലിയ വീടൊന്നും അല്ലല്ലോ, പാടുന്ന കേൾക്കത്തില്ല. അപ്പുറത്തിരുന്ന് വല്യമ്മ പാടുക. അപ്പോൾ നമ്മൾ ഉറക്കം പോയതിൻ്റെ ഇതിൽ, അമ്മച്ചി രാവിലെ ആയില്ല അമ്മച്ചി, ചൂടെ കഴിഞ്ഞ് പാടാം അമ്മച്ചി. മനമേ പക്ഷികൾ, അടുത്ത പാട്ട്, പക്ഷി ഉണർന്നില്ല അമ്മച്ചി, അമ്മച്ചി മാത്രമേ ഉണർന്നുള്ളൂ അമ്മച്ചി എന്നൊക്കെ ഞാൻ പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഈ വല്യമ്മേ. അതായത് നമ്മളെ ഉറക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഈ വല്യമ്മയെ കണ്ട ഓർമ്മ, എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഓർമ്മ എന്താണെന്നറിയാം? ഈ പുസ്തകം വായിച്ച് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് തലയിലൊരു കീറ്റത്തോർത്തൊക്കെ ഇട്ട് ആ ഇരിപ്പാണ്. കുടുംബത്തിലെ പ്രാർത്ഥന എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകാൻ തുടങ്ങും. ഞാൻ ഒരു ആദിവാസി കോളനിയിൽ ഒരു 3 കൊല്ലത്തോളം താമസിച്ചിരുന്നു. അപ്പോൾ അവരെന്നെ മൂപ്പനായിട്ടാണ് കണ്ടിരുന്നത്. മൂപ്പന് അവർ വർഷത്തിലെ 1 വർഷം കസേരയിലൊക്കെ ഇരുത്തി കാലൊക്കെ കഴുകി ഇങ്ങനെ നേർച്ചയൊക്കെ കൊണ്ടുവന്നിട്ട് 27 രൂപ 29 രൂപയൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ 1 രൂപ 50 പൈസയൊക്കെയാണ് തരുന്നത് മൂപ്പന്. അങ്ങനെ ഞാനിങ്ങനെ പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവുന്നവരല്ലേ എല്ലാം? അല്ല, ഇരിപ്പ് കണ്ടിട്ട് ബംഗാളികളിലോട്ടിരിക്കുന്നു. മലയാളമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മാലും മലയാളം മാലും. അപ്പോൾ ഈ മൂപ്പൻ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു എഴുത്ത് തരാമെന്ന് ചോദിച്ചു. എഴുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, എഴുത്ത് ചേട്ടൻ, സാധാരണഗതി ഞങ്ങൾ അച്ഛന്മാരോട് ആളുകൾ എഴുത്ത് ചോദിക്കുന്നത് എന്തിനെന്നറിയാം? ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ അഡ്മിഷൻ, ഇതൊക്കെയല്ലേ എഴുത്ത്. അത് അപ്പം ഞാൻ, ഈ ചേട്ടന് പിള്ളേരില്ല എനിക്കറിയാം, ഒരമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ചേട്ടൻ എന്തിനാണ് എഴുത്ത്? ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ജോലി, അഡ്മിഷൻ? അതിനൊന്നുമല്ല അച്ഛാ, ഞാൻ ലോട്ടറി കച്ചവടക്കാരനാണ്. അയാൾ ലോട്ടറി കച്ചവടക്കാരനാണ്. ഉച്ച വരെ ലോട്ടറി വിറ്റിട്ട് ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ കത്തോലിക്കരുടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ, പെന്തക്കോസ്തക്കാരാണ് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് കത്തോലിക്കരുടെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവർ പറയും, നിങ്ങളിത് സമയം ചോദിക്കും. അപ്പോൾ ഈ ചേട്ടൻ പറയും, ഞങ്ങൾ കത്തോലിക്കരാണ്. നോ 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 ഐ കാൺട്ട് ബിലീവ്, അല്ലേ? കത്തോലിക്കർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല മതിപ്പാണ്, നല്ല കാര്യമൊന്നും ചെയ്യില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ആളുകൾ പറയും, പോയേ പോയേ പോയേ, ഞങ്ങളുടെ വികാരിച്ചൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബന്ധക്കുസാരെ കാട്ടില്ലെന്ന്, പോയേ പോയേ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടും. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചാ ഞാൻ കത്തോലിക്കനല്ലേ, അച്ഛൻ അറിഞ്ഞൂടെ? പിന്നെ ചേട്ടൻ കത്തോലിക്കനല്ലേ? അതാ പറഞ്ഞു, എഴുത്ത് തരാൻ പറഞ്ഞു. എന്താണ്? ഇന്ന ചേട്ടൻ എൻ്റെ ഇടവകയിലെ ഉത്തമനായ കത്തോലിക്ക വിശ്വാസിയാണ്, വീട്ടിൽ കയറ്റാം, കുഴപ്പമില്ല. അപ്പം ഞാൻ ഓക്കെ, സന്തോഷത്തോടെ, ഞാൻ നല്ല കാര്യമല്ലേ, സുവിശേഷ വേല ചെയ്യില്ലേ. ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം ഇപ്പം തന്നെ ഉണ്ട്. ഈ ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലും അബദ്ധം പറഞ്ഞ് പിടിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടെ എൻ്റെ തലയിൽ കിടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമുണ്ടല്ലോ ചേട്ടാ, ചേട്ടൻ അവിടെ പോയിട്ട് എന്താ പറയാൻ പോണേന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ പറഞ്ഞു, പക്ഷേ ഞാനൊന്നും പറയത്തില്ല, പ്രസംഗമൊന്നുമില്ല, പിന്നെ ഞാൻ പ്രാർത്ഥിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, അത് ശരി, ചേട്ടൻ എന്താ പ്രാർത്ഥിക്കുന്നത് അല്ലേ? കാരണം ചിലർ പ്രാർത്ഥിച്ചിട്ടെ, എന്നാളൊരു ചേട്ടൻ പ്രാർത്ഥിക്കും, ശത്രു സംഹാര ജപമാല ഒരുത്തൻ ചൊല്ലുന്നു. അപ്പം ഞാൻ കേട്ടോ, ശത്രു സംഹാര ജപമാല, ഇയാളുടെ ശത്രുക്കളെല്ലാം മരിക്കാൻ വേണ്ടിയുള്ള ജപമാല, ശത്രു സംഹാര ജപമാല, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുള്ള ഓരോ ടീമുകൾ. അതുകൊണ്ട് നമുക്കറിഞ്ഞൂടല്ലോ ഇയാൾ വീട്ടിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഒരു പുള്ളി വന്ന് പറഞ്ഞാണ്, അച്ഛാ ആ പുള്ളി പ്രശ്നമാണ് കേട്ടോ, എന്താ പുള്ളി ശത്രു സംഹാര ജപമാല ചൊല്ലുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്നാ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ട് ചേട്ടൻ ഞാൻ എഴുത്തു തരാം. ചേട്ടന് കാര്യം ചെയ്യും, ഈ ചേട്ടൻ പിന്നെ ഇപ്പോൾ ഇതൊരു വീടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചേട്ടൻ ഇവിടെ വരികയാണ്, ചേട്ടൻ എങ്ങനെ പ്രാർത്ഥിക്കും, എന്താണ് പറയുന്നത്, അത് എന്നെ ഒന്ന് കാണിക്കുക. അപ്പോൾ ഓക്കെ, ഇത് വീടാണല്ലേ, ഇത് വീടാണ്. അപ്പോൾ ചേട്ടൻ വരണം. അപ്പോൾ പുള്ളി വെളിയിൽ നിന്ന് ഒന്നുകൂടെ കയറി വന്നിട്ട് ഇങ്ങനെ അഭിവാദനമൊക്കെ ചെയ്ത്,
എന്നിട്ട് പറഞ്ഞു, ഞാൻ കത്തോലിക്ക വിശ്വാസിയാണ്, ഡാനിയൽ അച്ഛൻ്റെ പള്ളിക്കാരനാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഓക്കെ, ഇപ്പം എനിക്ക് സംശയമില്ലല്ലോ, പുള്ളിയെ സംശയമില്ല, അതുകൊണ്ട് മറ്റു ചോദ്യങ്ങളൊന്നുമില്ല. അപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി മനോഹരമായ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ചില അമ്മച്ചിമാരുടെ പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ തലയിൽ കിടപ്പുണ്ട്. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അന്തരീക്ഷം മാറും പെട്ടെന്ന്. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ല, പെട്ടെന്ന് അവിടുത്തെ ഒരു എനർജി മാറും. ഈ പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ലോങ് പ്രെയറാണ്. ആ പ്രെയറിൽ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന അദ്ദേഹം ഉപസംഹരിച്ചത്, കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്, കേട്ടെ. ദൈവമേ, ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ട് പോവുകയാണ്. ഞാൻ പോയാലും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങളായി ഇവിടെ കിടക്കുമെന്ന് എനിക്കറിയാം. ദൈവമേ, ശബ്ദം നശിക്കുന്നില്ല, ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങളായി ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛനിവിടെയുള്ള കാലത്തോളം ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പ്രാർത്ഥന നിർത്തുന്നത്. ഞാനിത് കേൾക്കുമ്പോൾ ഞാൻ അന്തിച്ചു പോവാണ്. കാരണം ഇത് പ്യുവർ സയൻസാണ് ഇയാൾ പറയുന്നത്. എനർജി നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. എനർജി അവിടെ കിടക്കും. നിങ്ങൾ പറയുന്നു വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു. നിങ്ങൾ പറയുന്നു ലൂർദിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു. നിങ്ങൾ പറയുന്നു ഒരു പിൽഗ്രിം സെൻ്ററിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു. സത്യമാണ്. എന്താണെന്നറിയാം? ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ ആ തരംഗങ്ങൾ അവിടെ കിടപ്പുണ്ട്. പ്രയറിൻ്റെ ഒരു എനർജി ഉണ്ട് അവിടെ. ഇത് നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവുമായിരിക്കും, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സ്ഥലത്തെ എനർജി പെട്ടെന്ന് മനസ്സിലാവും, ഡിറ്റക്റ്റ് ചെയ്യും വേഗം. ഇങ്ങനെ എനർജി നല്ലതാണോ അല്ലയോ എന്നപ്പം അറിയാം. അവിടെ പ്രാർത്ഥിക്കുന്ന ആളുണ്ടോയെന്ന് എനിക്ക് പരിശോധിച്ച് നോക്കണ്ട, ചോദിക്കണ്ട, എനിക്കറിയാം. അവിടെ കയറി ചെല്ലുമ്പോൾ അറിയാം അവിടെ പ്രാർത്ഥിക്കുന്ന ആളുണ്ടോ ഇല്ലയോ. കാരണം അവിടുത്തെ എനർജി ലെവൽ വേറെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇത് മനസ്സിലാക്കി തന്നത് ഈ മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദതരംഗങ്ങളായി ഈ അന്തരീക്ഷത്തിൽ കിടക്കും. ഈ പിശാച് പല വഴിയും നോക്കി കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രതിരോധം തീർത്ത്, ഡിഫൻസ് തീർത്ത് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ കിടക്കും. പ്രാർത്ഥനയുള്ള വീടുകളിൽ അത് അവിടെ കിടക്കും. ഇങ്ങനെ അത് വലിയൊരു പ്രൊട്ടക്ഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അതാണ്, കുടുംബങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന നടത്തണം, കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കണം. ഇതാണ് ദൈവം 7-ാം ദിവസം ആശീർവദിച്ച കുടുംബം. ആരാധനയുടെ ദിവസമാണ് ആശീർവദിക്കപ്പെട്ടത്. കുടുംബത്തിൻ്റെ ആദ്യത്തെ നിയോഗം ദൈവാരാധനയാണ്. അതുകൊണ്ട് കുടുംബത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള സംസാരം ഇല്ലാതായാൽ, കുടുംബത്തിൽ എപ്പോഴും മറ്റെൻ്റർടൈൻമെൻറ്റുകൾ മാത്രം നടന്നാൽ, കുടുംബത്തിൽ ഈ തിരക്കിനിടയിൽ പ്രാർത്ഥന നടക്കാതെ പോയാൽ അത് നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ നഷ്ടമായിട്ട് മാറും. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതുകൊണ്ട് അത് മനസ്സിൽ നന്നായിട്ട് സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, ഈശോ കാനായിലെ കല്യാണ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ പറയുകയാണ്, അവരുടെ വീഞ്ഞ് തീർന്നുപോയി. ഈ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് വീഞ്ഞ് തീർന്നു പോകും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ, ഈശോ വെള്ളം വീഞ്ഞാക്കി. അപ്പോൾ കുടുംബത്തിൽ നടക്കാവുന്ന വേറൊരു സാധ്യതയാണ്, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ആ വീട്ടിലെ, കേൾക്കുന്നുണ്ടോ, ആ വീട്ടിലെ റിസോഴ്സുകൾ കൊണ്ട് തന്നെ വീഞ്ഞുണ്ടാക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറയാം. കുടുംബത്തിൽ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വീഞ്ഞ് തീർന്നു പോകും. നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ നിങ്ങളുടെ പ്രശ്നവും പ്രയാസമൊക്കെ കേൾക്കുന്ന ആളുകളെന്ന നിലയിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള, എന്നെ സ്തബ്ധനാക്കിയിട്ടുള്ള, പരിഭ്രമിപ്പിച്ചിട്ടുള്ള, എനിക്ക് ഷോക്ക് തന്നിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പോയിക്കൊണ്ടിരുന്ന ചില ജീവിതങ്ങൾ പെട്ടെന്ന് പ്രശ്നം, ഓർക്കാപ്പുറത്ത് പ്രശ്നം, ഒരൊറ്റ രാത്രി കൊണ്ട് പ്രശ്നം.
നമുക്കത് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കും മുമ്പ് പിരിഞ്ഞു പോകുന്ന അവസ്ഥ. ഇതാണ് പറഞ്ഞത്, ഓർക്കാപ്പുറത്ത്, ചിലപ്പം കുടുംബമല്ലേ, ഓർക്കാപ്പുറത്ത് വീഞ്ഞു തീർന്നു പോകും. എന്നാൽ അതേ വീട്ടിൽ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ഉണ്ടായിരുന്ന പാത്രം, വെള്ളം, അവിടെ ഉണ്ടായിരുന്ന റിസോഴ്സ് കൊണ്ട് തന്നെ അത് വീഞ്ഞാക്കാനും പറ്റും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ വീഞ്ഞാക്കി അത് മാറ്റുന്നതിന്, അല്ലെങ്കിൽ അത് വീഞ്ഞാവുന്നതിന്, അവിടെയുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ വീഞ്ഞുണ്ടാക്കുന്നതിന് നമ്മൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധ്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ ഈ വീഞ്ഞ് തീർന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കോണം. പെട്ടെന്നാണ് പെട്ടെന്നങ്ങ് സ്നേഹം ഇല്ലാതാവുകയാണ്. എനിക്ക് ഈ കാലങ്ങളിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, എന്തോ ഒരു അരൂപി കുടുംബങ്ങളിൽ പെട്ടെന്ന് കയറി പിടിക്കുന്നുണ്ട്. ആ അരൂപി എന്തെന്ന് പറഞ്ഞാൽ, ഇവർക്ക് സ്നേഹം അങ്ങ് ഇല്ലാതാവുകയാണ്. നിങ്ങൾക്കത് എനിക്ക് മനസ്സിലാവുമായിരിക്കും. അത് സ്നേഹം പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാവുകയാണ് ഉള്ളിൽ നിന്നേ. ഈ ഭർത്താവിനോട് ഉണ്ടായിരുന്ന സ്നേഹം പെട്ടെന്ന് അങ്ങ് പോവുക, ഭാര്യയോടുണ്ടായിരുന്ന സ്നേഹം വേഗം അങ്ങ് പോവുക. പിന്നെ അവർക്ക് ഒട്ടും അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കുടുംബമല്ല, അവർക്ക് സ്നേഹിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. കുടുംബം ഇങ്ങനെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ മുന്നോട്ട് പൊക്കോളും. പിള്ളേരുള്ളത് കൊണ്ടും പിന്നെ നാട്ടുകാരെ പേടിച്ചും വീട്ടുകാരെ പേടിച്ചും പള്ളിയെ പേടിച്ചും ഒക്കെ അങ്ങ് പോവും. പക്ഷേ ഒരു സ്നേഹമില്ല. അപ്പം അതുകൊണ്ട് ഇത് എപ്പോൾ വേണേലും കയറി വരാം. ഞാൻ എറണാകുളത്ത് കാക്കനാട് ഒരു ഞായറാഴ്ച ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു വല്യമ്മ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലൊരു പേപ്പർ കൊണ്ടുവന്ന് ചുരുട്ടി കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ വീട്ടിൽ ചെന്ന് വായിക്കണേടാന്ന് പറഞ്ഞു. പ്രായമുള്ള അമ്മച്ച. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത് വായിച്ചു. അതിനകത്ത് അമ്മച്ചി എഴുതിയിരിക്കുകയാണ്, മക്കളെ, എനിക്ക് എൻ്റെ ഭർത്താവിനെ, അപ്പച്ചനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് 2 മുറിയിലാണ് ഉറങ്ങുന്നത്. ഞങ്ങൾ 2 പേരെ പോലെ, ഹോസ്റ്റലിലെ ആളുകളെ പോലെ, റൂംമേറ്റ്സ് അല്ലല്ലോ, എന്താ പറയുന്നത്, അങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പോലെ അങ്ങനെ ഞങ്ങൾ താമസിക്കുകയാണ്. ഈ വല്യമ്മ, എനിക്ക് അങ്ങേരോട് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് പുള്ളിയെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഞാൻ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം നടക്കുന്നത് തന്നെ പുള്ളിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വീട്ടിൽ ഇരുന്ന ഇയാളെ കാണണ്ടേ, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കെല്ലാം പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസത്തെ ധ്യാനത്തിന് മക്കൾ പറഞ്ഞില്ലേ, യേശുവേ എന്ന് വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഈ എന്നെ വയ്യാത്ത തള്ളയെ കൊണ്ടൊക്കെ യേശുവേ എന്ന് വിളിപ്പിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഈ ധ്യാനത്തിൻ്റെ ഒരു രീതി ആയിരിക്കും എന്ന് ഓർത്ത് ഞാനും യേശുവേ 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 എന്ന് ചുമ്മാ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ അമ്മച്ചി എഴുതിയിരിക്കുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ അകത്തുനിന്ന് ഒരു കറുത്ത സാധനം വെളിയിലോട്ടങ്ങ് പോയെന്ന് പറഞ്ഞു. ചുമ്മാതൊന്നും ഒരു വലിയ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ കറുത്ത സാധനം വെളിയിലോട്ട് പോയ പിന്നെ എനിക്ക് അപ്പച്ചൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും ഒരു മുറിയിലോട്ട് താമസം മാറ്റി. ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് പോക്കും കുറഞ്ഞ്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇതെന്താണ്, ഒരു കറുത്ത സാധനം പുറത്തോട്ട് പോയി, ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾ അറിഞ്ഞോ? എന്താ ഇങ്ങനെ ഇതിന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ വിളിക്കുന്ന പേര് അസ്മാദേവൂസ് എന്ന് പറയുന്ന ഒരു അരൂപിയാണ്. കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന അരൂപി. ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം. ഇതിനെ ഞാൻ പറഞ്ഞു, ഇത് പ്രാർത്ഥന കുടുംബത്തിൽ വേണം എന്ന് പറയുന്നത് ഈ കുടുംബം നശിപ്പിക്കാൻ പിശാച് ഇങ്ങനെ കയറി വരികയാണ്. നമുക്ക് ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഞാൻ വല്ലപ്പോഴും കയറത്തുള്ളൂ. എനിക്ക് തിരക്ക് കാരണം കയറാൻ പറ്റില്ല, വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ അവിടുന്ന് അച്ഛന്മാർ ധ്യാനം നിർത്തിയുന്നത് ചെയ്യും. അപ്പം ഞാൻ ഒരു ദിവസം കയറിയപ്പോൾ എനിക്ക് ഭയങ്കര അരിശം വന്നു. അതായത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് യേശു അനുഭവങ്ങൾ ഉണ്ടായത് സാക്ഷ്യം പറയണം. ഞാൻ നോക്കിയപ്പോൾ എല്ലാം എന്താണ്, അവർക്ക് അത് കിട്ടി, ഇത് കിട്ടി, ജോലി കിട്ടി, അതൊക്കെയാണ്. അത് എനിക്കിഷ്ടമല്ല അങ്ങനെ പറയുന്നത്. അതല്ല പറയേണ്ടതാണ്, ഞാൻ കർത്താവിനെ എങ്ങനെ അനുഭവിച്ചു, എനിക്കെന്ത് മാനസാന്തരം ഉണ്ടായി, ഞാൻ എന്ത് സുവിശേഷ വേല ചെയ്തു, ഇതൊക്കെയാണ് സാക്ഷ്യം പറയേണ്ടതെന്നാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അരിശം വന്നിട്ട് ഞാനൊരു 2-3 മിനിറ്റ് നല്ല വഴക്കങ്ങ് പറഞ്ഞു.
ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് പറയേണ്ടത്, നിങ്ങൾ ഇങ്ങനതാണോ പറയേണ്ടത്, നിങ്ങൾക്കുണ്ടായ മാനസാന്തരങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്, അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞ ഉടനെ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഇതാണ്. അവർ പറയാണ്, അച്ഛാ എനിക്ക്, അവർ ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാണ്, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണ്. അവൾ പറയാണ്, എൻ്റെ ഭർത്താവിനോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ആ രണ്ട് വാക്കാണ് ഉപയോഗിച്ചേ, അറപ്പും വെറുപ്പും. അതിൻ്റെ ഇംഗ്ലീഷ് എന്നാ പറ? അറപ്പ്, ഡിസ്ഗസ്റ്റ് ആൻഡ് ഹേറ്റ്രഡ്. അയ്യോ, ആദ്യത്തെ വാക്ക് ഭയങ്കരമാണ്. ഏത്? അറപ്പ്. എൻ്റെ ഭർത്താവിനോട് എനിക്ക് അറപ്പും വെറുപ്പും. അപ്പം ഞാനിങ്ങനെ അച്ഛൻ്റെ പ്രസംഗം എല്ലാം ഞാൻ കേൾക്കുക, പക്ഷെ എൻ്റെ അറപ്പും മാറുന്നില്ല, വെറുപ്പും മാറുന്നില്ല. രാവിലെ മുതൽ ഇത് വെച്ചോണ്ടിരിക്കുക യൂട്യൂബ്, പക്ഷെ അറപ്പും മാറുന്നില്ല, വെറുപ്പും മാറുന്നില്ല. അപ്പം എന്ത് ചെയ്തു? അന്നേരമാണ് ഞാൻ എപ്പോഴോ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കുമ്പസാരിപ്പിക്കുന്ന അച്ഛനോട് ഒരു ഡെലിവറൻസ് തരാൻ പറഞ്ഞാൽ ചിലപ്പം അച്ഛൻ സമയമുണ്ടെങ്കിൽ ഒരു ഡെലിവറൻസ് തരുമായിരിക്കും. അപ്പോൾ ഈ സഹോദരി ചെന്നിട്ട് കുമ്പസാരിപ്പിച്ച അച്ഛനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഡാനിലച്ഛൻ്റെ പ്രസംഗം കേൾക്കുന്നതാണ്, അത് കേൾക്കുമ്പോൾ എനിക്കറിയാം, അയ്യോ എനിക്ക് ഭർത്താവിനെ സ്നേഹിക്കണം, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കൊരു ഡെലിവറൻസ് തരാൻ പറഞ്ഞു. കുമ്പസാരിപ്പിച്ച അച്ഛൻ കുമ്പസാരം കഴിഞ്ഞിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ ഈ വെറുപ്പ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ ജീസസ് എൻകൗണ്ടറിൽ ആ ചെറുപ്പക്കാരി സാക്ഷ്യം പറയുകയാണ്, അതോടുകൂടി എനിക്ക് ഭർത്താവിനോടുള്ള അറപ്പും വെറുപ്പും വിട്ടുപോയി. അപ്പം ഇത് ഹ്യൂമൻ ആണെന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ മാനുഷികമാണ് അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്ന, അങ്ങനല്ല. ഈ കുടുംബത്തിൽ നിങ്ങൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കാതിരിക്കാൻ അപ്പുറത്ത് ഒരു പൈശാചിക ലോകം ഇങ്ങനെ ജാഗ്രതയോടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അത്രയും ദൈവികമായിട്ട്, ഇത് മാനുഷിക സാധനം കൊണ്ട് ഇത് നടക്കില്ല, ഇത് കൃപയിലേ നടക്കൂ. മടുത്തോ? എന്നെക്കാളും ക്ഷീണമാണ് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എനിക്ക് ഒരുപാട് നിരവധി അനുഭവങ്ങളിലൂടെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വീഞ്ഞ് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ. അതുകൊണ്ട് കർത്താവ് അവിടെ ഉണ്ടോ, മാതാവ് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എൻ്റെ വീട്ടിൽ എപ്പോൾ വേണേലും എനിക്കെൻ്റെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, ബഹുമാനം, ആദരവ് ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതിനൊരു ലോകം അപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കുടുംബജീവിതത്തെ കാണണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സന്തോഷത്തിലും സ്നേഹത്തിലും പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ആരുടെയും സഹായത്തോടെ തുടങ്ങണം. ഞാൻ അത്രയും ജീവിതത്തിൽ എനിക്ക് 3 പെങ്ങന്മാരാണ്. ഒരു പെങ്ങൾ കന്യാസ്ത്രീയായി, ഒരു പെങ്ങൾ മരിച്ചല്ല തിരിച്ചുപോയി, ഒരു പെങ്ങൾ തിരിച്ചുപോയി ഊപ്പറവാല അങ്ങോട്ട് പോയി, ഒരു പെങ്ങൾ കന്യാസ്ത്രീയാണ് മരിച്ച പോലെ. പിന്നെ ഒരു പെങ്ങളുണ്ട്, എൻ്റെ മൂത്ത പെങ്ങളും ഇപ്പോൾ ഇളയ പെങ്ങളും, അവർ കുടുംബജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രയാസമുണ്ട്, പ്രശ്നമുണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയട്ടെ. എന്താന്ന്? പെട്ടെന്ന് ഞാൻ എൻ്റെ പെങ്ങൾ സിസ്റ്ററിനെ വിളിക്കും. എന്നിട്ട് അവരെ കുടുംബത്തിൽ എല്ലാവരെയും മെസ്സേജ് ഇട്ടിട്ട് പറയും, ഒരു 1000 കരുണക്കൊന്ത അങ്ങ് തുടങ്ങാമെന്ന് പറയും. നമ്മൾ വിളിക്കാനോ ഉപദേശിക്കാനോ ഒന്നും പോവില്ല. പെട്ടെന്ന് ഒരു മധ്യസ്ഥ പ്രാർത്ഥന അങ്ങ് ഉയർത്തുമ്പോഴേക്കും ഒരു 3-4 ദിവസം 5 ദിവസം ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എൻ്റെ പെങ്ങന്മാരോട്, എങ്ങനെ പോകുന്നിപ്പം? ഇപ്പം നല്ല ഉഷാറായെന്ന് പറയും, എല്ലാം ഓക്കെ. സംസാരിച്ചോ? നമ്മൾ അളിയൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ഭിത്തി ഇടിക്കാൻ പോയോ? ഇല്ലല്ലോ. കൊട്ടേഷൻ കൊടുക്കാൻ പോയോ? ഇല്ലല്ലോ. അതായത് കുടുംബം ഒരു ഹ്യൂമൻ എൻഡവർ അല്ല. ഇറ്റ് ഈസ് സംതിങ് ഡിവൈൻ. സോ ഇറ്റ് നീഡ്സ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. ഹോം ഫ്രജൈൽ.
അപ്പം അതിന് അവിടെ ഒരു പ്രാർത്ഥന വേണം. അതുകൊണ്ട് കുടുംബത്തിന് പ്രാർത്ഥന വേണം. വീട്ടിൽ പ്രാർത്ഥിക്കണം, പിന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിങ്ങനെ അങ്ങനെ ഒരു മിനിസ്ട്രി ഈ ഓസ്ട്രേലിയയിൽ രൂപപ്പെട്ട് വരുന്നില്ലെങ്കിൽ, കാരണം ഞാൻ മനുഷ്യരുടെ നിൽക്കുന്ന ആളാണ്, എനിക്കറിയാം. എന്നോടെല്ലാവരും പറയും ഇവിടെ കുടുംബങ്ങൾ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കാരണം ഇത്തിരി പൈസയും കാശും എല്ലാമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് പിന്നെ എല്ലാം തോന്നുന്ന പോലൊക്കെ തോന്നും. പിന്നെ എല്ലാം നടപടിക്രമങ്ങൾ വേറെയാവും. അപ്പം അതുകൊണ്ട് വി നീഡ് പ്രയർ, വി നീഡ് പ്രൊട്ടക്ഷൻ, വി നീഡ് ഗ്രേസ്. അതിന് പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇനി കുടുംബം താളം തെറ്റുന്നു എന്ന് തോന്നിയാൽ നാണം കെട്ട് പ്രാർത്ഥന ചോദിക്കണം. നിങ്ങളുടെ കുടുംബം ഒലയാണ്, പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, ചോദിക്കണം, ആരോടെങ്കിലും പോയി ചോദിക്കണം. അച്ഛന്മാരോട് കുർബാന ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ദാമ്പത്യം അങ്ങോട്ട് ഇത്തിരി പ്രയാസമുണ്ട്, പ്രാർത്ഥിക്കണം. വി നീഡ് പ്രയർ ബിക്കോസ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ അറ്റാക്ക്. It is a spiritual warfare against families. We need to tackle it with prayer, intercession. അതുകൊണ്ട് ഒരുമാതിരി കുടുംബങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയർത്തണം. പരമാവധി പ്രാർത്ഥിക്കണം കുടുംബത്തിന് വേണ്ടി. ഭാര്യയ്ക്കും ഭർത്താവിനും ഇട്ട് ഇങ്ങനെ സ്ക്രൂ വെച്ച് കൊടുത്ത് വഴക്കുണ്ടാക്കുന്നതിന് പകരം വല്യമ്മമാരൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം കുടുംബത്തിന് വേണ്ടി ഇരുന്നിട്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അത് നമ്മുടെ കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെന്നറിയാം, ഇതിൻ്റെ പ്രശ്നം എന്തെന്നറിയാമോ? ഈ ഭാര്യയും ഭർത്താവും ഒക്കെ ഇപ്പം നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാം. ഇതിൻ്റെ ഇരകളായി മാറുന്നത് മക്കളാണ്. എന്നാ ചെയ്യും? ഞാൻ യൂത്തിൻ്റെ ധ്യാനം നടത്തിയപ്പോൾ ഒരു 400 ചെറുപ്പക്കാരുണ്ട്. 6 പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അപ്പനും അമ്മയും പിരിയാതിരിക്കാൻ പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് പപ്പയും വേണം മമ്മിയും വേണം. അവരെന്നാ ചെയ്യും? ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു. അവരുടെ മകളെയും കൊണ്ടിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എൻ്റെ കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. എൻ്റെ 2ാമത്തെ കല്യാണമാണിത്. എൻ്റെ ഭർത്താവിൻ്റെ 2ാമത്തെ കല്യാണമാണ്. പക്ഷെ അതും ഇപ്പോൾ ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. ആദ്യത്തെ വിവാഹത്തിലെ മകളാണിത്. ഒരു കുട്ടിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നേ. ഈ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ആ ഭർത്താവ് കയറ്റത്തില്ല. അതിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുട്ടിയെ ഈ അമ്മ സംരക്ഷിച്ചാൽ ആ കുട്ടികളെ ഈ അമ്മയ്ക്ക് പോകും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പ്രശ്നം? ഈ കുട്ടിയെ കളഞ്ഞാലേ അവരെ കിട്ടൂ. എൻ്റെ മുമ്പിലെ 9 വയസ്സുള്ളൊരു കുട്ടി നിൽക്കുക, ഹെൽപ്ലെസ് ആയിട്ട്. നമ്മുടെ ചങ്ക് പറഞ്ഞു പോകത്തില്ലേ? 9 വയസ്സുള്ളൊരു പെൺകുട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഇതിനെ വേണ്ട ആർക്കും. അമ്മയ്ക്ക് വേണം, പക്ഷെ അമ്മയ്ക്ക് മറ്റേ 2 കുഞ്ഞുങ്ങളെ പോവും. ഇനി ഇതിനെ അമ്മ വേണമെന്ന് പറഞ്ഞാൽ അത് പോവും, അതിനെ വേണമെന്ന് പറഞ്ഞാൽ ഇത് പോവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? ഈ കുട്ടി ഇത് ആരോട് പറയും? എറണാകുളത്തു നിന്ന് 24 വയസ്സുള്ള ഒരു ഡോക്ടർ എറണാകുളത്തു നിന്ന് എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി സമയം എന്നോടൊന്ന് മിണ്ടച്ചാ. ഞാനതിന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് പരിചയമുള്ള മറ്റൊരു അച്ഛൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്ത് വിട്ടു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ പ്രശ്നം എന്താണെന്നറിയോ? അപ്പനും അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ എന്തോ അസ്വസ്ഥതയോ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയോ, അപ്പം വേറൊരു വഴിക്ക് അമ്മ വേറൊരു വഴിക്ക് പോയി. ഈ കുട്ടിയെ ഇട്ടിട്ട് പോയി. ഇളയ 2 പിള്ളേരും ഉണ്ട്. അന്ന് ഈ കുട്ടി കരഞ്ഞാൽ മറ്റവർ കരയും. അതുകൊണ്ട് ഇവൾ കരയാതെ നിന്നു. മറ്റേ 2 പിള്ളേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കരയാതെ നിന്നു. അതുകൊണ്ട് അവർ 2 ഹെൽത്തിയായിട്ട് വളർന്നു. അമ്മയുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ മൂത്ത കൊച്ചു കുഞ്ഞാവള്, അവൾ ഈ ഇളയ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വെച്ച് അവരെ ആരോഗ്യത്തോടെ വളർത്തി. അവർ 2 പേരും നല്ല ആരോഗ്യത്തോടെ വളർന്നു. ഇപ്പം ഇവക്കുണ്ടല്ലോ, ഒറ്റയ്ക്കിരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഹാർഡ് കോർ ഡിപ്രഷൻ.
കാരണം ഈ കുട്ടിയുടെ കുട്ടിക്കാലം കവർന്നെടുത്തതാ. അതിൻ്റെ ചൈൽഡ്ഹുഡ് നമ്മൾ റോബ് ചെയ്തെടുത്താണ്. അതിനിപ്പം ജീവിതം വയ്യ, പറ്റത്തില്ല, സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടറാ, MBBS കഴിഞ്ഞു, 24-25 വയസ്സുള്ള അവൾക്ക് ജീവിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, അവൾക്ക് ആരെങ്കിലും സഹായം ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. മാതാപിതാക്കളോട് ഒരടുപ്പമില്ല. അപ്പനും അമ്മ ഇപ്പോൾ വന്നു, ഉള്ള ധ്യാനകേന്ദ്രം മുഴുവൻ കൊണ്ട് ധ്യാനം കുടിച്ചോണ്ടിരിക്കുക. എന്നാ കാര്യം? അപ്പം നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ അവരെ നാളെ സാത്താൻ കൊണ്ടുപോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഒന്ന് എഴുന്നേറ്റേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ഹ്യൂമൻ എൻഡവർ അല്ല. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ അത്രയും വിലയോടുകൂടി കാണുകയും നമ്മളവരെ പരിഗണിക്കുകയും നമ്മുടെ കുടുംബത്തിന് സമയം കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതിന് നമുക്ക് ദൈവകൃപ ആവശ്യമുണ്ട്. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. നമ്മൾ ഇത്രയും കുടുംബങ്ങൾ, നമ്മൾ മാത്രമല്ലല്ലോ, ചില പ്രയാസമുള്ള കുടുംബങ്ങൾ വന്നിട്ടുണ്ടാവില്ല, ചിലർക്ക് ദൈവം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ കര ഉയർത്തുമ്പോൾ അവരെല്ലാം നമ്മുടെ കൂട്ടത്തിൽ, ഈ കരത്തിൽ അവരെ കൂടെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. നന്നായിട്ട് ഒരു 5-10 പേര് കേൾക്കുന്ന സ്വരത്തിൽ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, 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 ആരാധന. ദൈവമേ ആരാധന, 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 ആരാധന. ദൈവമേ ആരാധന, 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 ആരാധന. ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഒരു കൃപ നിറയട്ടെ, ദൈവകൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ, കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ പിശാചൊരുക്കുന്ന കെണികളും പദ്ധതികളും എല്ലാം തകർത്ത് കളയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കാൻ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ബലവാനായോ നടത്തിടുന്നു.
ഈശോയേ ഈശോയേ ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇരിക്കാവോ? അടുത്ത ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അടുത്ത ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട ഏത് മേഖലയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും അവിടെ ആ മേഖലയിൽ നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാനൊരു വചനത്തിലൂടെ വായിക്കാം. അത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യമാണ്. പ്രത്യേകിച്ച് 10 വായിക്കാം. റോമൻസ് 12:10. റോമർ 9 വാക്യം 10, റോമർ 12 വാക്യം 10. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. ഇത് വളരെ ജീവിതത്തിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. എന്താണ്? പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കണം. എന്നിട്ട് ഈ 13-ാം അധ്യായത്തിൽ ഇതിനെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. വാക്യം 7, 13:7, 13:7 വായിക്കാമോ? ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. ഓരോരുത്തർക്കും അതായത് ഓൾ പീപ്പിൾ ഹു ഡിസേർവ് ഇറ്റ് ഗിവ് ദം, വട്ട് എവർ ദേ ഡിസേർവ് ഗിവ് ദം. അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. അടുത്ത വാക്യം, നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരവ് അവകാശപ്പെട്ടവന് ആദരവ്, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇങ്ങോട്ട് നോക്കിയേ, ആരെയൊക്കെ ബഹുമാനിക്കണം? ആരെയൊക്കെയാണ് ബഹുമാനിക്കണ്ടേ? ഈ ഭൂമിയിൽ നമ്മളെല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം. അതായത് നമുക്ക് അങ്ങനെ അത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ വാല്യൂ ആണ്. ആ ബഹുമാനം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഭാര്യയെ ബഹുമാനിക്കാൻ ഭർത്താവിന് തോന്നൂ, ഭർത്താവിനെ ബഹുമാനിക്കാൻ ഭാര്യയ്ക്ക് തോന്നത്തുള്ളൂ. നമ്മൾ ഒരു മനുഷ്യ ബന്ധത്തിൽ നമ്മൾ ആ മനുഷ്യന് കൊടുക്കേണ്ട, ഏത് മനുഷ്യനും കൊടുക്കേണ്ട ബഹുമാനമുണ്ട്. ഇപ്പം എൻ്റെ കൂടെ പാട്ട് പാടാൻ വരുന്നത് പോൾസൺ ചേട്ടനാണ്. പോൾസൺ ചേട്ടൻ എന്നെക്കാൾ പ്രായമുള്ള ഒരാളാണ്. ഞാൻ പുരോഹിതനാണ്, അദ്ദേഹം അൽമായനാണ് എന്നും പറഞ്ഞ് പുള്ളി എന്നെ ബഹുമാനിക്കട്ടെ 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 എന്ന് പറഞ്ഞല്ല ഞാൻ ജീവിക്കേണ്ടത്. അദ്ദേഹത്തിന് അർഹമായ ബഹുമാനം ഞാൻ കൊടുക്കണം. അത് നമ്മുടെ ഹൈറാർക്കിയോ പൊസിഷനോ സ്ഥാനമോ നോക്കിയിട്ടല്ല, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം. മൗണ്ട് കാർമലിൽ പറമ്പി പണിക്ക് വരുന്ന ചേട്ടൻ്റെ പേര് തങ്കരാജ് എന്നാണ്. തങ്കരാജ്. ഒരു ഊതിയാൽ താഴെ വീഴുന്ന അത്രയേ ഉള്ളൂ ചേട്ടൻ. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ മൗണ്ട് കാർമലിൽ വന്നിട്ട് ആ പറമ്പി പണിയുന്ന ചേട്ടനോട് ചോദിക്കണം, ഡാനിയലച്ചൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. അയാൾ ഒറ്റ കാര്യം മറുപടി പറയത്തുള്ളൂ, എന്നോട് നല്ല ബഹുമാനം എന്ന് പറയും. ഞങ്ങൾ ചോദിച്ചു, ഇതിന് യാതൊരു എക്സെപ്ഷനും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പറമ്പിൽ പണിയുന്ന ചേട്ടനാണ്, പക്ഷേ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. പൊസിഷൻ വെച്ചിട്ടല്ലേ ബഹുമാനിക്കേണ്ടത്, സ്ഥാനം വെച്ചിട്ടല്ലേ ബഹുമാനിക്കേണ്ടത്. മെത്രാൻ വരുമ്പോൾ ബഹുമാനിക്കണം. പറമ്പിൽ പണിയുന്ന ചേട്ടനെ പുച്ഛിച്ച് അല്ല. ക്രിസ്ത്യൻ ബേസിക് വാല്യൂ ആണ്. കുടുംബത്തിൻ്റെ കാര്യം അങ്ങോട്ട് വരട്ടെ. ഇത് അടിസ്ഥാന പ്രമാണമാണ്. എന്ത്? നമ്മൾ സകല മനുഷ്യരെയും ബഹുമാനിക്കണം. അത് സ്ഥാനം നോക്കിയിട്ടല്ല. ആ ബഹുമാനം ഇല്ലെങ്കിൽ കുടുംബത്തിലും ബഹുമാനിക്കത്തില്ല. ഇപ്പം നമുക്ക് ചേട്ടന്മാർക്കൊരു ധാരണയുണ്ട്, ഭാര്യ എന്നെ ബഹുമാനിക്കണം. ചേട്ടാ, നീ ഭാര്യയെ ബഹുമാനിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ആളുകൾ വിചാരിക്കുന്ന നമ്മുടെ തലയിൽ, പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെ മീശയൊക്കെ പറിച്ചിട്ട് ആപ്പി ഇട്ടില്ലേ, ചോറായില്ലേ, ഇയാൾ ഓർഡർ ഇടുന്ന ആളാണ്. ഇവിടെങ്ങും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പിന്നെ എല്ലാ പണിയും ചെയ്യാൻ നിർബന്ധിതരാകും. വേറെ ഓപ്ഷൻ ഇല്ല.
ഇവിടെ ചിലപ്പോൾ ഭാര്യ ആയിരിക്കും പറയുന്നത്, ചോറായില്ലേ? ബഹുമാനം, ഇത് ജീവിത പങ്കാളിക്ക് ബഹുമാനം കൊടുക്കുക. എവിടെ ബഹുമാനം ഇല്ലാതാവുന്നു അവിടെ സ്നേഹം തകരും. ഏത് ബന്ധത്തിലും റിലേഷൻഷിപ്പിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിൽ ഒന്നാണ് റെസ്പെക്റ്റ്. ബഹുമാനം ഇല്ലോ സ്നേഹം തീർന്നു. പിന്നെ സ്നേഹം ഒത്തിരി നാളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ബഹുമാനം, ബഹുമാനിക്കണം, ആളെ ബഹുമാനിക്കണം. ആള് ബഹുമാനം അറിയിക്കുന്ന ആളാണ്. അതാണ് ഒരു കാര്യം. ബഹുമാനം ഉണ്ടെങ്കിലേ സ്നേഹം ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായി? അയാൾ അർഹിക്കുന്ന സ്ഥാനം കൊടുത്താലല്ലേ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവൂ. അത് കൊടുക്കണമെങ്കിൽ ഈ ആളോട് ബഹുമാനം വേണം. ഞാൻ ഇപ്പം പോട്ടെ, ഇവിടെ ഇല്ലല്ലോ, പറയാം. പാട്ട് പാടുന്ന ചേട്ടൻ, പുള്ളി ഏകഭാര്യയുടെ ഭർത്താവാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഏകഭാര്യയുടെ ഭർത്താവാണ്. ഇദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, 3 പിള്ളേരുമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയാലും പുള്ളി ആദ്യം തിരക്കുന്നത് വൈഫൈയുടെ പാസ്വേഡാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് പുള്ളി അതിൽ വല്ല യൂട്യൂബ് കാണാനോ ഫേസ്ബുക്ക് നോക്കാനോ എന്തിനെന്നറിയാം, ഈ ഭാര്യയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയെ വിളിച്ചിട്ട് ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും പറയും, എല്ലാം പറയും. ഭാര്യ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ആ മനുഷ്യൻ അയാളുടെ ഭാര്യയ്ക്ക് ബഹുമാനവും വിലയും കൊടുത്തിട്ടുണ്ട്. വളരെ അപൂർവമായിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ, കാരണം ഈ സുവിശേഷ വിലയുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളാണ്. പക്ഷേ ഹി മേക്സ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഹി ഫൈൻഡ്സ് ടൈം ആൻഡ് ടോക്ക് ടു ഹർ. എൻ്റെ കൂടെ ഒരു ജോൺ പോളുണ്ട്. ജോൺ പോളിന് മക്കളില്ല. ജോൺ പോളിൻ്റെ ഭാര്യയുടെ പേര് ജിയന്ന. ഞാൻ കണ്ടിട്ടുണ്ട്, ഇവൻ വീഡിയോ കോൾ വിളിച്ച് മണിക്കൂറുകൾ ആരോടെ സംസാരിക്കുകയാണ്. ഞാൻ പേടിച്ചു പോയി ഒരു ദിവസം. ഇനി വേറെ വല്ലവരോടും ആണെന്നോ അറിയത്തില്ലല്ലോ, നമുക്ക് പൈശാചി ഇതുവഴിയൊക്കെ കയറി വരുന്നതെന്ന് ആർക്കറിയാം. അപ്പം ഞാൻ അതുകൊണ്ട് ചെന്നിട്ട് നിങ്ങൾക്ക് തള കോണിങ്ങനെ നീ ആരോടായി സംസാരിക്കുന്നത്? അപ്പം നോക്കിയപ്പം ഭാര്യയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ജിയന്ന ഇവൻ ഒരുപാട് നേരം ആരോടെ സംസാരിക്കുന്നുണ്ട്. ഇല്ല ചാ, എന്നോടാന്ന് പറഞ്ഞു. പിന്നാണ് ആദ്യം ഞാൻ വേറെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത്, അതായത് ഒരുപാട് സമയം ഇവർ സംസാരിക്കുകയാണ്. മനസ്സിലായോ? ഇതൊക്കെ ഇത് ദൈവ മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഗീവ് വാല്യൂ ടു ദെയർ പാർട്ട്ണർ. അല്ലാതെ പോയ പോക്ക് അങ്ങ് പോവല്ല. കൂട്ടുകാരെ കണ്ട് ആ വഴിക്ക് അങ്ങ് പോയി, നാട്ടുകാരെ കണ്ട് ആ വഴിക്ക് അങ്ങ് പോയി. ഇപ്പോൾ ചിലർ ഇനിയിപ്പം ഇതാണ് എന്താ, പഴയ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, എന്നെയൊക്കെ നോയിക്കോ. ഒരുപാട് കുടുംബങ്ങൾ വഴി പഴച്ചത് അങ്ങനെയാണ്. കാരണം 10 വെച്ച് ലൈൻ അടിച്ചവനെ കണ്ട് അവൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളിൽ നല്ല ശതമാനം ഇങ്ങനൊരു സംഭവമുണ്ട് എന്നറിയാം. പഴയ സ്കൂളിൻ്റെ പഴയ ഗ്രൂപ്പ്, പഴയ കോളേജിൻ്റെ ഗ്രൂപ്പ്, 97 ഗ്രൂപ്പ്, ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് എന്നിട്ട് അവരെ കണ്ടിട്ട് ആ വഴിക്ക് അങ്ങ് പോയി. ഇപ്പോൾ ഭാര്യയുടെ അടുത്ത് സ്നേഹമൊന്നുമില്ല, ഭർത്താവിൻ്റെ അടുത്ത് ഇപ്പോൾ സ്നേഹമൊന്നുമില്ല. കാരണം മറ്റേ പുള്ളിയെ കണ്ട് അയാളുടെ കുടുംബജീവിതത്തിൽ പുള്ളി മറിഞ്ഞിരിക്കുകയായിരുന്നു. അന്നേരം ഇവരെ കണ്ടേ. അപ്പോൾ രണ്ടുപേരൂടെ നമ്മളായിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. 4 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ശരി എന്താന്ന്. യു ഷുഡ് ഗീവ് റെസ്പെക്ട് ടു യുവർ പാർട്ട്ണർ. റെസ്പെക്റ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ത്? ടൈം കൊടുക്കുന്നത്, ക്വാളിറ്റി ടൈം. അതായത് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെയൊക്കെ സാധാരണ വീടുകളിൽ എന്താ ഈ ഇരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയപ്പനും വലിയമ്മയോട് ഇരുന്നിട്ട് എന്തൊക്കെയാണോ പറയുന്നത്, തന്നെ പിന്നെ ഏതാണ്ടല്ല. ദേ ഹാവ് സംതിങ് ടു ടോക്ക്. വണ്ടിയിൽ പോകുമ്പോൾ അവർക്ക് സംസാരിക്കാനുണ്ട്. ഫോണും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇയാൾ റീൽസും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, എന്തെന്നറിയോ? മൾട്ടി ടാസ്കിങ് പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യുവാണെങ്കിൽ അതേ പറ്റത്തുള്ളൂ. അവരിരുന്ന് ചില പലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്നേരം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
കേൾക്കുന്ന പോലെയൊക്കെ ഭാവിക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും കേൾക്കുന്നില്ലെന്ന്. മൾട്ടി ടാസ്കിങ് പറ്റത്തില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പെണ്ണുങ്ങൾക്കാണേ പറ്റും, 500 കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് നല്ലപോലെ മനസ്സിലാവും ഇയാൾ ശ്രദ്ധിക്കുന്നില്ലെന്ന്. ശ്രദ്ധിക്കുന്നില്ല ഒരു കുഴപ്പമേ ഉള്ളൂ, ശ്രദ്ധിക്കാൻ വേണ്ടി കടയിൽ തുറന്നിരിക്കുന്നവന്മാർ അപ്പുറത്തുണ്ട്, അത് ഓർത്തോണം. സമയമില്ലല്ലേ, എല്ലാം പറഞ്ഞു തരാമായിരുന്നു. അതായത് എന്തെന്നറിയാമോ, ഈ സ്ത്രീകൾക്ക് ഒരു ദിവസം കണ്ട ഒരു 15,000 വാക്കുകളോ മറ്റോ സംസാരിക്കുമെന്നാണ് പറയുന്നത്. കണക്ക് ചിലപ്പോൾ തെറ്റുമായിരിക്കും. 15,000 വേർഡ്സും കണ്ട അവർ സംസാരിക്കണമെന്നാണ്. അത് സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അത് എല്ലാം ഫങ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കാതിരുന്നാൽ എന്തു ചെയ്യും? അവർ കേൾക്കുന്നവരുടെ അടുത്ത് പോയി പറയും, കേൾക്കുന്നവരുടെ അടുത്ത് അവരെല്ലാം പോയി പറയും. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കണം. സ്ത്രീകൾക്ക് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, എല്ലാം അങ്ങനെ ചുരുക്കി പറയാൻ അറിഞ്ഞുകൂടാ. ചെറുകഥയായിട്ട് അവർക്ക് പറയാൻ അറിഞ്ഞു, നോവലാണ്, എല്ലാം നോവലാണ്. അങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞില്ലേ അവർക്കൊരു തൃപ്തിക്കുറവാണ്. ഒരു സ്ത്രീയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്തെന്നറിയാം? അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവരെ കേൾക്കുക. നിങ്ങൾ താജ്മഹൽ പണിഞ്ഞു കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, കേട്ടാൽ മതി. ഓ ആഹാ ആഹാ ഇങ്ങനെ 2-3 എക്സ്പ്രഷനോട് ഇട്ടിട്ട് ചുമ്മാ കേട്ടോളൂ. കുടുംബ സമാധാനം. വേറെ നിങ്ങൾ ഈ കൗൺസിലർക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥ വരില്ല. അവർക്ക് നല്ല മെൻ്റൽ ഹെൽത്തും ആയിരിക്കും, ഒരു പ്രശ്നമില്ല, എന്നാ വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭയങ്കര കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബൈബിൾ സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് അവരോടൊന്ന് മിണ്ടിയാൽ മതി, സ്ത്രീ എന്നാ വേണേലും ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ ചേച്ചിരുന്ന് പറയാം, അതാ പൊട്ടന്മാർക്ക് അറിയത്തില്ലെന്ന്, അതാ പൊട്ടന്മാർക്ക് അറിയാവോന്ന്. ഞാനൂടെ അങ്ങ് നാണം കെട്ടുപോയി. അതായത് മനസ്സിലായില്ലേ? എന്നാ വേണേലും ചെയ്തു കൊടുക്കും സ്ത്രീ, എന്നാ വേണേലും ചെയ്യും. ഷീ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. ഒറ്റ കാര്യമുള്ളൂ, എന്താ? കുഞ്ഞു കാര്യങ്ങളിലാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം. ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലവ് ലാംഗ്വേജ്. ഇപ്പം അതായത് ഓരോരുത്തരുടെയും സ്നേഹത്തിൻ്റെ ഭാഷ വ്യത്യാസമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ആ മൈക്ക് തന്നെ മറ്റേ മൈക്ക്, അതായത് ഈ ഒരാളുടെ സ്നേഹത്തിൻ്റെ ഭാഷയല്ല വേറൊരാളുടെ സ്നേഹത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്തുവാ. അതായത് ഈ നമ്മളിപ്പം പേരെന്തുവാ, പരിയും ഭർത്താവെന്നോ? കുഴപ്പമില്ലല്ലേ? അപ്പോൾ അല്ല, പള്ളിയല്ലേ, ചിലപ്പോൾ മാറിയൊക്കെ ഇരുന്നൂടെ? അപ്പോൾ ഈ ലവ് ലാംഗ്വേജ് ഇപ്പം എന്ന് പറഞ്ഞാൽ പേരെന്താ? എഡ്വിൻ. പേരെന്തുവാ? മേബിൻസ്. അപ്പോൾ ഈ എഡ്വിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയാവില്ല മേബിൻസിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ. ഇത് വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാപ്മാൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഈ ലവ് ലാംഗ്വേജ് ക്വിസ് കണ്ടുപിടിച്ചത്. അപ്പം അയാൾ പറയുന്നത്, ഇപ്പം ചിലർക്ക് നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വരുന്നത് നമുക്ക് ചില സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു തരുമ്പോഴായിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, ഗിഫ്റ്റ് കിട്ടിയാൽ അല്ലേ. എനിക്കറിയാം, നാട്ടിലൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പം എല്ലാം എന്നാ കൊണ്ടുവന്നെന്ന് ചോദിക്കുന്ന ചിലരൊന്നും ചോദിക്കത്തില്ല. ചിലർ ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നെന്ന് ചോദിക്കും. നമ്മളൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല, എന്നാലും ചോദിക്കാം. അപ്പം അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ എന്താ? ഒരു പൂവെങ്കിലും പറിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് പറിച്ചാന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറിച്ചാൽ മതി, മൗണ്ട് കാർമലിൻ്റെ സൈഡിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അവരൊരു 15 ദിവസത്തേക്ക് ഹാപ്പിയായി. കാരണം എന്താണ്? അവരുടെ ലവ് ലാംഗ്വേജ് റിസീവിങ് ഗിഫ്റ്റാണ്. ഇനി വേറെ ചിലരുടെ ലവ് ലാംഗ്വേജ് ഉണ്ട്. ആ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. എന്താ? സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണമെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അവർ വിചാരിക്കും സ്നേഹിക്കുന്നില്ലെന്ന് വിചാരിക്കും. എന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ താജ്മഹൽ ഇപ്പുറത്ത് പണിഞ്ഞിട്ടിരിക്കുകയായിരിക്കും. എന്നാൽ അവർക്ക് അത് സ്നേഹമല്ലെന്നാണ് പറയുന്നത്. അവർക്ക് ക്വാളിറ്റി ടൈം. അപ്പോൾ ഭർത്താവ് അങ്ങനെ കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, ഓഫീസിൽ വല്ലവരും സ്പെൻഡ് ചെയ്താൽ അവരുടെ കൂടെ പോകും, ഹൃദയം കൊണ്ടെങ്കിലും പോകും. കാരണം എന്താ? അവരുടെ ലവ് ലാംഗ്വേജ് ക്വാളിറ്റി ടൈമാണ്. വേറെ ചിലരുടെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടുകയും പിടിക്കുകയും കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുക. റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ? കെട്ടിയന്മാർക്ക് ഭയങ്കര ഇഷ്ടക്കേടായിരിക്കും ചിലപ്പോൾ. എന്താ കയ്യെ പിടിക്കുന്നത്? ഭാര്യയ്ക്ക് അന്നേ കയ്യെ പിടിക്കാതെ പറ്റത്തുമില്ല. അയാൾ ഇങ്ങനെ വിടറേ
അവരാണെങ്കിൽ പെണ്ണിനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് ആ ഫിസിക്കൽ ടച്ചാണ് അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ. അപ്പോൾ അവരെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തൊടുകയും ഒന്ന് ഹഗ് ചെയ്യുകയും ഒന്ന് ടാപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേ അവർക്ക് സ്നേഹിക്കുന്നുണ്ടെന്നൊരു തോന്നൽ വരത്തുള്ളൂ. ചിലരുടെ ലവ് ലാംഗ്വേജ് വേർഡ്സ് ഓഫ് അഷുറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് നിന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ ചില സ്ത്രീകൾ ചോദിക്കും, ഭർത്താവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെക്കാളും എന്നെയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കും. ചേച്ചി അങ്ങനെ ചോദിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണും. ഇത് ചുമ്മാ ഇങ്ങനെ നാഴിക 40 വട്ടം 25 കൊല്ലമേ കല്യാണം കഴിഞ്ഞിട്ട് എന്നാലും ചോദിക്കും, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്നോട് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അങ്ങ് ചോദിക്കും അല്ലേ. അന്നേരം ഭർത്താവ് എന്നാ മറുപടി പറയും, ഇത് നിന്നോട് ഒരു 14 തവണ പറഞ്ഞിട്ടുണ്ട്, ഇനി എപ്പോഴും പറയണം, ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിൽ ഇട്ട് തന്നേക്കാം, നീ ഇടയ്ക്കിടെ കേട്ടോ. അങ്ങനെയൊന്നും പറയരുത്. അയാളോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ നിന്നെയാണ് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറയണം. എന്ത് പറയണം? അയ്യോ എനിക്ക് നിന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതാണ് അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ. വേറെ ചില ആളുകളുടെ സ്നേഹത്തിൻ്റെ ഭാഷ ആക്ട് ഓഫ് സർവീസാണ്. എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയോട് പറയാണ്, എടി നീ നാളെ രാവിലെ കിടന്നുറങ്ങിക്കോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കോളാം. ജന്മത്ത് പറഞ്ഞിട്ടില്ലായിരിക്കും അപ്പോൾ പറയാണ് പിന്നെ നീ കിടന്നുറങ്ങിക്കോടി, ഞാൻ കാപ്പി ഉണ്ടാക്കിക്കോളാം. അതെന്താ? ആക്ട് ഓഫ് സർവീസ് അല്ലേ. അതായത് അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കുകയാണ് അല്ലേ. ഞാൻ ഇന്ന് നീ ഉറങ്ങിക്കോ, നാളെ ദോശയല്ലേ, ഞാൻ മാവരച്ചോളാം. ഇപ്പം ചില വീട്ടിൽ ആണുങ്ങളായിരിക്കും ഫുള്ളരപ്പ്. അത് അപ്പോൾ അങ്ങനെ പിന്നെ അതാണ് ആക്ട് ഓഫ് സർവീസ്. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഗൂഗിളിൽ ലവ് ലാംഗ്വേജ് ക്വിസ് എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ കുറേ അത് വരും. ഏതെങ്കിലും ഒരു പിന്നെ ഇതിൽ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ലവ് ലാംഗ്വേജ് ക്വിസ് ചെയ്യാൻ പറ്റും. അത് ഭാര്യയും ഭർത്താവും സെപ്പറേറ്റായിട്ടിരുന്ന് ചെയ്യണം. അന്നേരം കൂടുതൽ നല്ലവനാവരുത്. ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ എഴുതാവും. മനസ്സിലായ? ഭയങ്കര അങ്ങ് ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന സെയിൻ്റായിട്ട് മാറരുത്. അന്നേരം ഉള്ളതുപോലെ ഉത്തരം എഴുതാവൂ. അങ്ങനെ എഴുതി നിങ്ങൾ ഇങ്ങനെ അവസാനം വരുമ്പോൾ അവർ ടാബുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് കാണിച്ചു തരും. അത് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാനല്ല, ഭാര്യയെ കാണിക്കണം, ഭാര്യ ഭർത്താവിനെ. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ലവ് ലാംഗ്വേജ് ഏതാന്ന്. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഏതാന്ന് മനസ്സിലാവുമ്പോൾ അതനുസരിച്ച് അവരെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പം നിന്റെ ഭാര്യയാണത്. അപ്പോൾ അല്ല, ഞാൻ അത് തെറ്റാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. എനിക്കറിയാം ഭാര്യയാണ്, എന്നാലും ഞാൻ തെറ്റാൻ പാടില്ലല്ലോ. ഇപ്പം ദാമ്പത്യ അനുഗ്രഹത്തിൻ്റെ ധ്യാനത്തിന് വന്നിട്ട് ആൾ മാറി വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ നിങ്ങളിത് രണ്ടുപേരും ചെയ്തിട്ട് അപ്പോൾ നിനക്ക് മനസ്സിലാവും. ഇപ്പോൾ നിന്റെ പേരെന്താ? റിനിയുടെ ലവ് ലാംഗ്വേജ് ഫോർ എക്സാമ്പിൾ ഇപ്പം ലവ് ലാംഗ്വേജ് പിന്നെ എന്താണ്, ക്വാളിറ്റി ടൈം ആണെന്ന് വെച്ചോ. ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എങ്കിൽ നീ ടൈം സ്പെൻഡ് ചെയ്താലേ അവൾക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? നീ കോട്ടയത്ത് ഇവക്ക് വേണ്ടി ഫ്ലാറ്റ് വാങ്ങിച്ചാലും, കോഴിക്കോട് വാങ്ങിച്ചാലും, ഓസ്ട്രേലിയ വാങ്ങിച്ചാലും, സിഡ്നി വാങ്ങിച്ചാലും ഇവക്ക് അതിന് പുല്ല് വിലയെ കാണത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നീ ടൈം സ്പെൻഡ് ചെയ്യാതെ മുഴുവൻ 24 മണിക്കൂറും പോണേ കുത്തി തോണ്ടിക്കൊണ്ടിരുന്നാൽ അവൾക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നില്ല. തിരിച്ചും അവൻ്റെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആക്ട് ഓഫ് സർവീസ് വല്ലതും ആയിരിക്കും, അല്ല അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അവരെ, നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ ഭാഷ വേറെയാ. മലയാളം പറയുന്നത് തമിഴിന് മനസ്സിലാവുന്നില്ല, തമിഴ് പറയുന്നത് ഹിന്ദിക്കാരന് മനസ്സിലാവുന്നില്ല അല്ലേ. നമ്മൾ വിട്ടുപോകത്തില്ലേ? ഞങ്ങളുടെ ഒരു അച്ഛൻ ഡൽഹിയിൽ പോയി, പുള്ളിക്ക് ഹിന്ദി അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അവിടെ ചെന്നിട്ട് ഇയാളെ പോലീസ് പിടിച്ചു, ട്രാഫിക് പോലീസ് പിടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കരഞ്ഞ് കേണ് പറഞ്ഞ് ഞാൻ അച്ഛനാണ്, ഇങ്ങനെ സ്വാമി അരുഹേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തെല്ലാമൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. പോലീസ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പുള്ളി നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ എല്ലാവരും വിളിച്ചു ഫോണിൽ, എന്നെ പിടിച്ച് നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒടുവിൽ അവിടുന്ന് എല്ലാം പോയി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാം വന്നിട്ട് ഈ ട്രാഫിക് പോലീസുകാരനോട് പറയേണ്ടത് നമ്മുടെ അച്ഛനാണ്, നിങ്ങളത് പിടിച്ച്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഈ പന്നനോട് രാവിലെ മുതൽ പറയാ പോവാൻ, ഇവന് മനസ്സിലാവണ്ടേ? അയാൾ പറയാണ് നീ പോടാന്ന്, ഇവന് മനസ്സിലാവുന്നില്ലെന്ന്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് സംഭവം മനസ്സിലാവുന്നില്ല, സ്നേഹിക്കുക, പക്ഷെ അപ്പുറത്തെ ആൾക്ക്
ഭാഷ വേറെയാ. മനസ്സിലായില്ലേ? ഭാഷ വേറെയാന്ന്. അതാ പ്രശ്നം. അവിടെ ഭാഷ കണ്ടുപിടിക്കണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ആമോദ് കണ്ടുപിടിക്കണം, രണ്ടുപേരും കണ്ടുപിടിക്കണം. ഭാഷ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ചിലപ്പോൾ സമയം മാറ്റി വെക്കണം. അതായിരിക്കും സ്നേഹം. ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും സ്നേഹം, അല്ലേ? അത് ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പം പോയിട്ട് വരുമ്പം ഒരു പരിപ്പോടെങ്കിലും, ഇവിടെ പരിപ്പോട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ ഓസ്ട്രേലിയയിൽ, അല്ലെങ്കിൽ ഉഴുന്ന് വട, അല്ലെങ്കിൽ വേറെ പല സാധനങ്ങളില്ലേ, മറ്റേ റോള്, റോക്ക് ആൻഡ് റോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതായിരിക്കും അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. അത് മറ്റേ 10 ഏക്കർ തോട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ് ആ 10 ഏക്കർ തോട്ടം വാങ്ങിക്കാനുള്ള കാശ് ലാഭിക്കുകയും ചെയ്യാം. 2 പരിപ്പോടയിൽ ദാമ്പത്യം മംഗളം. ഞാൻ പറഞ്ഞു വരുന്നത്, വെളിയിൽ നിന്ന് ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. മനസ്സിലായില്ലേ? വെളിയിൽ നിന്ന് ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ സ്നേഹിക്കാൻ ഇപ്പോൾ കല്യാണം കഴിക്കണമെന്നൊന്നും വേണമെന്നില്ലല്ലോ. എല്ലാ ബന്ധങ്ങളിലും എല്ലായിടത്തും സ്നേഹമില്ലേ? സ്നേഹത്തിൻ്റെ ടിപ്സാണിത്. അതായത് ഒരാളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു, അയാൾക്ക് നമ്മൾ വില കൊടുക്കുന്നു, ഗൗരവം കൊടുക്കുന്നു. ആ ബഹുമാനവും സ്നേഹവും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ചെറിയ ആരാധന നടത്തി ഇന്ന് മുതൽ മകരമല്ല മരണം വരെ നമുക്കൊന്നുകൂടെ പറയാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ദാമ്പത്യങ്ങളെ ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവേ സൈന്യബലത്താലല്ല, കരബലത്താലല്ല, അങ്ങയുടെ ആത്മാവിനാൽ പ്രദാനം ചെയ്യണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ വന്നിട്ടുള്ള താളപ്പിഴകളും പോരായ്മകളും തെറ്റിദ്ധാരണകളും കർത്താവേ ബഹുമാനക്കുറവും സ്നേഹക്കുറവും എല്ലാവിധത്തിലുള്ള ദാമ്പത്യത്തിലെ അവിശ്വസ്തതകളും ദൈവമേ എല്ലാവിധത്തിലും വന്നുപോയ പാപങ്ങളും എല്ലാം മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ആവശ്യമായ കൃപകൾ കർത്താവായ ദൈവമേ അവിടുന്ന് കുടുംബങ്ങളിൽ പ്രദാനം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് ദാഹിച്ച് സൈന്യത്താലല്ല, കരബലത്താലല്ല, അങ്ങയുടെ ആത്മാവിനാലാണ് കർത്താവേ ഇപ്പോൾ ഞങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ദാമ്പത്യങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, കർത്താവേ ഭവനങ്ങളുടെ മേൽ കർത്താവേ ഇപ്പോൾ അങ്ങയുടെ ആത്മാവിനെ പകരണമേ. ആഗ്രഹത്തോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഈശോയേ 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 നമ്മൾ ഇപ്പോൾ ഒരു വെഞ്ചരിപ്പ് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രകാരം നമ്മൾ
ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. അതിനുശേഷം അതിൻ്റെ സമാപനത്തിൽ നിങ്ങൾ നവദമ്പതിമാരായിട്ട് ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ഒരിക്കലും ഏറ്റുചൊല്ലിയ ആ പ്രതിജ്ഞാവാചകം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ഈ പ്രാർത്ഥന നിങ്ങൾ ഏകമനസ്സോടെ ഏറ്റുചൊല്ലി നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ ഉടമ്പടിയെ ഒരിക്കൽ കൂടി നവീകരിക്കുകയാണ് ദിവ്യകാരുണ്യയുടെ മുമ്പിൽ വെച്ച്. നമ്മുടെ ജീവിതം, കുടുംബം ഏതെങ്കിലും മേഖലകളിൽ കെട്ടപ്പെട്ട് പുറകോട്ട് കിടക്കുന്നെങ്കിൽ, മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഉടമ്പടിയിൽ വന്ന പോരായ്മകൾ അതിൻ്റെ പിന്നിൽ കാരണങ്ങളായിട്ട് ഉണ്ടാവാം. നമുക്ക് ഈ സമയത്ത് ഉടമ്പടി ഒരിക്കൽ കൂടി നവീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയ നവീനമായ കൃപകളും വഴികളും അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വാതിലുകളും തുറക്കപ്പെട്ട് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ആത്മീയ ജീവിതം നയിക്കാനും ഭൗതികമായ കാര്യങ്ങൾ കുറേ കൂടി നന്മയിൽ മുന്നോട്ട് നീങ്ങാനും ഈ ഉടമ്പടി നവീകരണം നമ്മളെ സഹായിക്കും. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. കർത്താവായ യേശുവേ, അങ്ങയെ ഏകരക്ഷകനായും ഏകദൈവമായും ഏകകർത്താവായും ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുന്നു. പിശാചിനെയും അവന്റെ ദൂതന്മാരെയും അവന്റെ ആഡംബരങ്ങളെയും പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാപത്തിന്റെ സന്തോഷങ്ങളെയും യേശുനാമത്തിൽ ഞാനിതാ ഉപേക്ഷിക്കുന്നു, തള്ളി പറയുന്നു, ഉപേക്ഷിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ദൈവം എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വന്നുപോയ എല്ലാ പോരായ്മകൾക്കും കുറവുകൾക്കും യേശുവേ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് ഒരിക്കൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ എനിക്ക് വന്നുപോയ പിഴവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ദൈവം എന്നെ ഭരമേൽപ്പിച്ച ജീവിത പങ്കാളിയോട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ഉടമ്പടി ലംഘനങ്ങൾക്കും അവിശ്വസ്തതകൾക്കും യേശുവേ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മക്കളെ നന്നായി വളർത്തുവാനോ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കാനോ പ്രാർത്ഥന പഠിപ്പിക്കാനോ ദൈവഭയത്തിൽ വളർത്താനോ അനുകൂലമല്ലാത്ത കുടുംബ സാഹചര്യങ്ങൾ ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവേ മാപ്പ് ചോദിക്കുന്നു. ദൈവത്തെക്കാൾ അധികമായി പണത്തെയോ സ്ഥാനമാനങ്ങളെയോ ബന്ധങ്ങളെയോ വ്യക്തികളെയോ ഞാന് വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവേ മാപ്പ് ചോദിക്കുന്നു. യേശുവേ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നുപോയ എല്ലാ കുറവുകൾക്കും മാപ്പ് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിജ്ഞാവാചകം തെളിയും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഈ ഒരുമിച്ച് ഏറ്റുചൊല്ലണം. എനിക്കത് ചൊല്ലിത്തരാൻ നിങ്ങളാണല്ലോ അത് ചൊല്ലേണ്ടത്. അപ്പോൾ ഞാനത് ചൊല്ലിത്തരുന്നില്ല. നിങ്ങൾ അത് സ്ക്രീനിൽ നോക്കിയിട്ട് ഇന്ന് മുതൽ മരണം വരെ എന്നുള്ള ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി ദമ്പതിമാർ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചുകൊള്ളുക. നിങ്ങൾ അടുത്തടുത്ത് ഭാര്യ ഭർത്താക്കന്മാർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങൾ ചേർത്ത് പിടിക്കുക. അടുത്ത് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ഇല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അവരോടൊന്ന് ചേർന്ന് നിന്ന് നമുക്ക് ആ പ്രതിജ്ഞ ഇപ്പോൾ ഒന്ന് ഏറ്റുപറയാം. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഏറ്റുപറയുക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി
ശേഷം സാക്ഷിയാക്കി ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വിവാഹ ഉടമ്പടിയെ ഞങ്ങളുടെ വിവാഹ ഉടമ്പടിയെ നവീകരിക്കുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. കരങ്ങൾ വിടുവിച്ച് കുരിശ് വരച്ച് നിങ്ങൾ ഇപ്പോൾ കരങ്ങളൊന്ന് ഉയർത്തി ദൈവസന്നിധിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന പൈശാചിക എല്ലാ ദുർശക്തികളും, പാപത്തിൻ്റെ സ്വാധീനങ്ങളും, അവിശ്വസ്തതകളും, പൈശാചികമായ എല്ലാ സ്വാധീനങ്ങളും, തഴക്കദോഷങ്ങളും, ദുശീലങ്ങളും എല്ലാം കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ചോളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ബന്ധിക്കാനും അഴിക്കാനും തിരുസഭയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ട അധികാരത്തിൽ മത്തായി 18:18 നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് തിരുസഭയ്ക്ക് നൽകിയ അധികാരത്തിൽ കർത്താവായ ദൈവമായ മത്തായി 28:18 മത്തായി 18:18 മർക്കോസ് 3:27 ലൂക്കാ 10:19 സങ്കീർത്തനം 76:6 സക്കറിയ 9:8 സക്കറിയ 2:5 കർത്താവേ, ഇപ്പോൾ ഈ ദമ്പതിമാരുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഭിന്നതകളും കലഹങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളും സൃഷ്ടിക്കുന്ന എല്ലാ വെറുപ്പിൻ്റെ അരൂപികളെ, തിന്മയുടെ അരൂപികളെ, പൈശാചിക ശക്തികളെ, സ്നേഹക്കുറവിൻ്റെ അരൂപികളെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ബന്ധിച്ച് യേശുനാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ പാപച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ രോഗച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ രോഗച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ ശാപച്ചങ്ങല